ചോദിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, തിരിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവുമേ. ചോദിച്ചു. പിന്നെ ഹലോ, പറഞ്ഞോളൂ. ഞാൻ ബൈബിള് വായിക്കുമ്പം എനിക്ക് ദൈവം സർവശക്തനല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ. താങ്കൾ ബൈബിൾ വായിച്ചിട്ട് എന്ത് മനസ്സിലായി? എനിക്ക് വായിച്ചപ്പോ മനസ്സിലായത് ദൈവത്തിന് പല കാര്യങ്ങളും അറിയത്തില്ല. ഏത് വാക്യത്തിനാണ് താങ്കൾക്ക് മനസ്സിലായത്? പറയുന്നു, ഓക്കെ, ബൈബിളില് ആദത്തിന്റെയും ഹവ്വയുടെയും ആദത്തിന്റെയും ഈവിന്റെയും കാര്യം പറയുന്നതില് ദൈവം പറയുന്നു, വിലക്കപ്പെട്ട പഴം കഴിച്ചു കഴിഞ്ഞാല് ആദം മരിക്കില്ല. എന്നേ എവിടാ പറയുന്നത്? വായിച്ചോളൂ. സാത്താൻ പറയുന്നു, അല്ല, ആദം മരിക്കില്ല എന്ന് ആരാ പറയുന്നത്? വിലക്കപ്പെട്ട ദൈവം. ഓക്കെ, ദൈവം പറഞ്ഞു വിലക്കപ്പെട്ട കാര്യം കഴിച്ചാൽ ആദം മരിക്കില്ല. സാത്താൻ എന്ത് പറഞ്ഞു? സാത്താൻ പറയുന്നു തീർച്ചയായും മരിക്കുമെന്ന്. എന്നിട്ട് ആദത്തിന് എന്ത് സംഭവിച്ചു? അവര് മരിച്ചില്ലല്ലോ. അപ്പൊ ആര് പറഞ്ഞത് ശരിയായ? സാത്താൻ പറഞ്ഞത്. സാത്താൻ എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞു വിലക്കപ്പെട്ട പഴം കഴിച്ചു കഴിഞ്ഞാല് നിങ്ങൾ മരിക്കില്ല. സാത്താൻ പറഞ്ഞു, അല്ല സോറി ദൈവം പറഞ്ഞു. ഇതാണ് ഞാൻ അടുത്തടുത്ത് ചോദിക്കുന്നത്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? മരിക്കും. ഒരു മിനിറ്റ്, ഞാൻ ഒരു വേഴ്സ് എടുക്കട്ടെ. താങ്കൾ വേർഡ്സ് എടുക്കൂ. ഒരു സെക്കൻഡ്, ഞാൻ ചെറിയൊരു ടോൾ ബ്രേക്ക് എടുക്കണം. താങ്കൾ അപ്പോഴത്തേക്ക് വേർഡ്സ് എടുത്തോളൂ. ഹലോ, വെയിറ്റ് ചെയ്യ് ബ്രോ, ഇപ്പൊ വരും. ഒരു സെക്കൻഡ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട്. ഓൾറൈറ്റ്, പറഞ്ഞോ. 3 മണിക്കൂറായി, ജസ്റ്റ് ഒന്ന് ടോൾ ബ്രേക്ക് എടുത്തു. പറഞ്ഞോളൂ, വായിച്ചോളൂ. ഹലോ, ജെനസിസ് 2:16-17. വായിച്ചോളൂ. വായിച്ചോളൂ, കേൾക്കാം. Genesis 2:16-17. And the Lord God commanded the man, saying, You may surely eat of every tree of garden, but of the tree of knowledge of good and evil you shall not eat. For in the day that you eat of it you shall die. അത് കഴിക്കുന്ന ദിവസം നീ മരിച്ചു പോകുമെന്ന്. ഓക്കെ, പക്ഷെ വേറൊരു സ്ഥലത്ത് സാത്താൻ പറയുന്നു, Genesis 3. താങ്കളുടെ ക്വസ്റ്റ്യൻ എന്താണ് അതിനകത്ത്? The serpent said to the woman, You will not surely die. എനിക്ക് അതാണൊന്ന് അറിയേണ്ടത്. താങ്കളുടെ ഇവിടുത്തെ ചോദ്യം, അതായത് നന്മ തിന്മകളെ കുറിച്ച് ഫലത്ത് കഴിച്ചു കഴിഞ്ഞാൽ നീ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. സാത്താൻ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരാകും എന്ന് സാത്താൻ പറഞ്ഞു. സാത്താൻ പറഞ്ഞു യു വിൽ നോട്ട് ഷുവർലി ഡൈ, നീ മരിക്കില്ല. തീർച്ചയായും നീ മരിക്കില്ല. എന്നിട്ട് ആദം മരിച്ചോ? അതോ ഇപ്പോഴും മരിച്ചില്ലല്ലോ. അല്ല, ആദം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? ആദം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? ഞാൻ ചോദിച്ചത് ആദം മരിച്ചോ അതോ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ജീവനോടില്ല, അതായത് മരിച്ചു. പക്ഷേ ദൈവം പറഞ്ഞത് അത് കഴിക്കുന്ന ദിവസം മരിക്കുന്നതല്ലേ? ദൈവം കഴിക്കുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ സമ്മതിക്കുന്നു. ആദം മരിച്ചു, പക്ഷെ കഴിച്ച ദിവസമല്ല മരിച്ചത്. അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്?
ഓക്കെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. പക്ഷെ സാത്താൻ പറഞ്ഞു മരിക്കില്ല എന്ന്. അപ്പൊ സാത്താൻ പറഞ്ഞ പോലെ സംഭവിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇനി ഉത്തരം പറയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണം ഉള്ളവനായിട്ടല്ല സൃഷ്ടിച്ചത്. കാര്യം ദൈവം കൃത്യമായിട്ടത് പറയുന്നുണ്ട്. അവർക്ക് മരണത്തെക്കുറിച്ചൊരു കാര്യം പോലും ദൈവരോട് പറയുന്നില്ല. ഓക്കെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ സൃഷ്ടിച്ചപ്പോൾ മരണം അവരുടെ ശരീരത്തിലില്ല. അവര് തെറ്റ് ചെയ്തപ്പോഴാണ്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരിൽ മരണം എന്ന് പറയുന്ന ആ ഡെത്ത് എന്ന് പറയുന്ന സംഭവം അവരിലേക്ക് വന്നത്. ആ നാളിൽ തന്നെയാണ് അവരിലേക്ക് വന്നത്. ഓക്കെ, ഇന്ന് ഒരു മനുഷ്യൻ, ഇപ്പം ഞാനുമായിട്ട് താങ്കളാവട്ടെ, എത്ര പെർഫെക്റ്റായ ലിവിങ് കണ്ടീഷനിൽ നമ്മൾ ജീവിച്ചാലും, എത്ര ഉട്ടോപ്യൻ ലിവിങ് കണ്ടീഷനിൽ ജീവിച്ചാലും വി വിൽ ഡൈ. കാര്യം നമ്മുടെ കോശങ്ങളിൽ എംബഡഡ് ആണ് ഡെത്ത് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ടോ ആക്സിഡൻറ്റ് കൊണ്ടോ രോഗം കൊണ്ടോ നമ്മൾക്ക് വേണേൽ നേരത്തെ മരിക്കാം. പക്ഷെ നമ്മുടെ സെല്ലിനകത്ത് എംബഡഡ് ആയിട്ടുള്ള ആ ഡെത്ത് കോഡ് കഴിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ മരണം നമുക്ക് വേണേൽ നേരത്തെ ആക്കാം, പക്ഷെ നമുക്കൊരിക്കലും ഒരു മിനിറ്റ് പോലും നമുക്ക് താമസിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. കാര്യം മനുഷ്യൻ എന്ന് പറയുന്ന ആ ബോഡിയിൽ മരണമില്ലായിരുന്നു. അത് കഴിച്ച നാളിലാണ് ആ മരണം ആ ബോഡിയിൽ പ്രവേശിക്കുന്നത്. മരണം പൂർത്തീകരിക്കുന്ന സമയം മാത്രമാണ് മനുഷ്യൻ്റെ ആയുസ്. ആ ആയുസ് ഏറെയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. ആദത്തിന് 100,000 വർഷം ഉണ്ടായിരുന്നു, പിന്നീട് 120 വർഷമായിട്ട് ദൈവം മെച്ചപ്പെടുത്തി. അങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്. ആ കഴിച്ച അന്ന് തന്നെയാണ് അവരുടെ ഉള്ളിലേക്ക് മരണം വന്നത്. അന്ന് തന്നെ അവർ മരിച്ച് ഇല്ലാണ്ടായി തീരുമെന്നല്ല ദൈവം പറഞ്ഞത്. മരണം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് അവിടെ പറയുന്നത്. ആ കോൺസെപ്റ്റ് അപ്പോഴാണ് അവർക്ക് വന്നത്. ഓക്കെ, ഇനി അതിനകത്ത് എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ നിങ്ങളുടെ ഖുറാനകത്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് അതിനകത്തുണ്ടല്ലോ. പോവാ, വെയിറ്റ്, ഈ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയല്ലേ, പുറത്തുനിന്നൊന്നുമല്ല. ഖുറാനകത്തും ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഖുറാനകത്ത് ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് ഈ മനുഷ്യനെ സൃഷ്ടിച്ച് നിർത്തിയതിന് ശേഷം അള്ളാഹു എല്ലാ മലക്കുകളോടും ഈ പറയുന്ന ആദത്തെ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാത്താൻ ഇബ്ലീസ് പറഞ്ഞു, ഒരു സൃഷ്ടിയെ ഞാൻ സുജൂദ് ചെയ്യുകയോ. കാര്യം ഒരു സൃഷ്ടാവിനെ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം സുജൂദ് എന്ന് പറഞ്ഞാൽ ആരാധന കർമ്മമാണ്, ശരിയല്ലേ? സുജൂദ് ആരാധന കർമ്മമല്ലേ? അപ്പോൾ സൃഷ്ടിയെ ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് സാത്താൻ പറഞ്ഞു. ആരാധന കർമ്മമാണ്, പക്ഷെ അവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഏറ്റവും മികച്ച സിംബോളൈസ് ചെയ്യാനല്ല, ആദത്തിന് മുന്നിൽ സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. ആദത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, ആദത്തിന് സുജൂദ് ചെയ്താൽ, അള്ളാഹുവിനെ സുജൂദ് ചെയ്താൽ ഏറ്റവും മികച്ച സൃഷ്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സുജൂദ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഒരു സെക്കൻഡ്, താങ്കള് ഒരു അമ്പലത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ താങ്കൾ അമ്പലത്തിലുള്ള ആ വിഗ്രഹങ്ങളെ ആരാധിക്കണം. ഒരു വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്താൽ ആ വിഗ്രഹത്തെ ആരാധിക്കുകയാണോ? അല്ല. അപ്പൊ താങ്കൾക്ക് ഒരു വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. താങ്കളുടെ ഇന്റൻഷൻ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലല്ല, സുജൂദ് ചെയ്യുന്നത് താങ്കൾ ഏത് ഇന്റൻഷനോട്, താങ്കൾ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നിങ്ങൾ നിസ്കരിക്കത്തില്ലേ? അതുപോലെ ഒരു വിഗ്രഹത്തിന്റെ മുന്നിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ അത് വിഗ്രഹാരാധനയാകുമോ? ആ വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ, അല്ലാതെ അള്ളാഹുവിന്റെ മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തേനല്ല. അങ്ങനെയാണെങ്കിൽ ആദത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ അത് ആദത്തെ ആരാധിക്കുന്നതല്ലേ? പക്ഷെ അള്ളാഹു ആരാധിക്കാൻ പറഞ്ഞില്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞു അള്ളാഹു. സുജൂദ് ചെയ്താൽ അത് ആരാധനയാകുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാധനയാകില്ലെങ്കിൽ താങ്കൾക്ക് വിഗ്രഹത്തെ സുജൂദ് ചെയ്യാം, അത് ആരാധനയല്ലല്ലോ. ഓക്കെ, അപ്പം ഇതേ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞത് യു വിൽ ഷുവർലി ഡൈ എന്നാ. അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. താങ്കൾ പറഞ്ഞതിന് ഞാൻ താങ്കൾ പറഞ്ഞു മരിച്ചു പോയല്ലോ. അതെന്നാ എവിടെ മരിച്ചു? എന്നിട്ട് ആദം ഭൂമിയിൽ വന്നു. ആദം ഇപ്പോഴില്ല, എന്തായാലും ആദം മരിച്ചുപോയി. ആദം ഇപ്പോഴില്ല, ആദം എന്തായാലും മരിച്ചുപോയി. ആ കഴിച്ച രണ്ട് പോയിന്റ് അതിനകത്തുണ്ട്. ഒന്ന്, ആ കഴിച്ച ദിവസം തന്നെയാണ് ആദം മരിച്ചത്. മീൻസ് ദൈവത്തെ കണക്കില്. കാര്യം സഹോദര, താങ്കള് ബൈബിള് വായിക്കുമ്പോൾ മനുഷ്യന്റെ 1000 വർഷം ദൈവത്തിന്റെ ഒരു ദിവസം പോലെയും,
അവൻ്റെ ഒരു ദിവസം മനുഷ്യന് 1000 വർഷം പോലെയും ഇരിക്കുന്നുവെന്ന് 2 സ്ഥലത്ത് ബൈബിളിലുണ്ട്. വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനങ്ങളിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. പഴയ നിയമ കെത്തൂബിമിലുമുണ്ട്, പുതിയ നിയമ അപ്പോസ്തലനായ പത്രോസിൻ്റെ എഴുത്തിലുമുണ്ട്. മനുഷ്യൻ്റെ 1000 വർഷങ്ങൾ ദൈവത്തിന് ഒരു ദിവസം പോലെയും. ദൈവത്തെ സംബന്ധിച്ച് കഴിച്ച ആ ദിവസം തന്നെയാണ് ആദം മരിക്കുന്നത്. ആദത്തിന് 1000 വർഷം തികഞ്ഞിട്ടില്ല, 900 സംതിങ്ങിൽ ആദം മരിച്ചു. ഓക്കെ, അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാക്ക് തെറ്റിയിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ 1000 വർഷങ്ങൾ ദൈവത്തെ സംബന്ധിച്ചത് ഒരു ദിവസത്തിന് തുല്യമാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇനി ടൈം ഡയലേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ ഒരു ദിവസവും ബ്ലാക്ക് ഹോളിലെ ഒരു ദിവസവും നമ്മുടെ ഒരു ദിവസവും ഒന്നല്ലെന്നാണ് ഇന്ന് സയൻസ് പോലും പറയുന്നത്. അല്ലെ സംശയം ഇൻറ്റർസ്റ്റെല്ലാർ എന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 1000 വർഷങ്ങൾക്ക് തുല്യമാണെന്ന് ബൈബിളിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ആ ടൈം ഡയലേഷനെ കുറിച്ച്. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞത് ശരിയാണ്. കഴിച്ച നാൾ എത്ര വർഷം ഭൂമിയിൽ ജീവിച്ചത്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വർഷമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ കഴിച്ച നാളിൽ എന്ന് പറഞ്ഞാൽ 1000 വർഷത്തിനകത്ത് ആദം മരിക്കുവാണെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എപ്പോഴും കഴിച്ച നാളിൽ തന്നെയാണ്. എത്ര വർഷം ഭൂമിയിൽ ജീവിച്ചു? മനുഷ്യരെ സംബന്ധിച്ചിടത്തോ ദൈവത്തെ സംബന്ധിച്ചിടത്തോ? ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷക്കണക്കൊന്നും ഇല്ല. കാര്യം 1000 years പോലും ഒരു ദിവസത്തിന് തുല്യമാണെന്നാ പറയുന്നത്. ഓക്കെ, മനുഷ്യനെ സുജൂതി ചെയ്ത ഇനിയിപ്പോ എന്റെ വിഷയത്തിലേക്ക് ഒന്ന് വരൂ. മനുഷ്യനെ സുജൂതി ചെയ്യാൻ അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിനെ സുജൂതി ചെയ്യുന്നത് അള്ളാഹുവിനെ ആരാധിക്കുകയാണോ? അള്ളാഹുവിനെ സുജൂതി ചെയ്യുന്നത് അള്ളാഹുവിനെ ആരാധിക്കുകയാണോ? അപ്പൊ മനുഷ്യനെ സുജൂതി ചെയ്യാൻ സാധിക്കുമോ? മനുഷ്യനെ സുജൂതി ചെയ്താൽ മനുഷ്യനെ ആരാധിക്കുകയാണോ? മനുഷ്യനെ സുജൂദ് ചെയ്താൽ മനുഷ്യനെ ആരാധിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തിനാണെങ്കിലും മനുഷ്യനെ ആരാധിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടോ? ആരാധിക്കാനാ? മനുഷ്യനെ ആരാധിക്കാൻ അപ്പൊ അള്ളാഹു ആവശ്യപ്പെട്ടു. ആരാധിക്കാൻ ആവശ്യപ്പെട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്യാൻ. അല്ല, സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മനുഷ്യനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടില്ല, മനുഷ്യനെ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ശരിയല്ലേ? ഞാൻ സമ്മതിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, സൃഷ്ടിയെ സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞ സാത്താനാണോ യഥാർത്ഥത്തിൽ നല്ലവൻ? സൃഷ്ടിയെ സുജൂദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട അള്ളാഹു ആണോ യഥാർത്ഥത്തിൽ നല്ലവൻ? സൃഷ്ടിയെ സുജൂദ് ചെയ്യുന്നത് ശരിയോ തെറ്റോ? തെറ്റാണ്. അപ്പൊ തെറ്റ് അന്നത്തെ നിയമമൊന്നുമല്ല. സൃഷ്ടിയെ അപ്പൊ അന്ന് സൃഷ്ടിയെ സുജൂദ് ചെയ്യാമായിരുന്നോ? സൃഷ്ടിയെ സുജൂദ് ചെയ്യാമായിരുന്നു? അല്ലല്ല, ആദത്തിന്റെയും ഹവ്വയുടെയും കാലഘട്ടത്തിൽ സൃഷ്ടിയെ സുജൂദ് ചെയ്യാമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോ ആദത്തിന്റെ ഹവ്വയുടെ കാലഘട്ടത്തിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് സൃഷ്ടിയെ സുജൂദ് ചെയ്തു. അല്ല, ചെയ്തു എന്നല്ല, സുജൂദ് ചെയ്യാമായിരുന്നുവോ? ഇബ്ലീസിനോട് ആരാധിക്കാൻ പറഞ്ഞില്ല, ഞാൻ ആരാധന എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചത് ആദത്തെ സുജൂദ് ചെയ്യുന്നത് അന്ന് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? മനുഷ്യനെ സൃഷ്ടിയെ സുജൂദ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ഭൂമിയിൽ വന്നതിന് ശേഷം തെറ്റാണ്, അവിടെ ശരിയായിരുന്നു. അതായത് സ്വർഗത്തില് സൃഷ്ടികളെ ആരാധിക്കുക. അപ്പൊ നിങ്ങൾ സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദത്തെയും മോശനെയൊക്കെ സുജൂദ് ചെയ്ത് ആരാധിക്കും അല്ലേ? അത് ആ സമയത്ത് അള്ളാഹു ആ സമയത്ത് പറഞ്ഞ കാര്യം. അത് ആ വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് ആദത്തെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പോലെ ആദത്തെ സുജൂദ് ചെയ്യാം. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്യണമെന്നല്ലോ പറഞ്ഞത്. പിന്നെ നിങ്ങള് അള്ളാഹുവിനെ സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങൾ കുനിയുന്നത് പോലെയല്ലേ ആദത്തിന്റെ മുന്നിൽ കുനിയുന്നത്? നിങ്ങൾ തിരിച്ചാണോ, വേറെ എന്തെങ്കിലും രീതിയിലാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഒരു രീതി, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അത് വർഷിപ്പിനാണോ അല്ലയോ അതൊന്നും അള്ളാഹു നമ്മളോട് പറയുന്നില്ല. കാലേ വാരാനാണോ പിന്നെ ആദത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത സഹോദരൻ? അങ്ങനെയൊക്കെ പറയുന്നത് അല്ല. ഞാൻ പോയിന്റ് തീർന്നില്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോ സുജൂദ് കഴിക്കുന്ന പോലെ ആയിരുന്നല്ലോ അന്നും വിവാഹം കഴിച്ചത്. ഇന്ന് നമുക്ക് പരസ്പരം ആങ്ങളെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഒരു ബ്ലഡ് റിലേഷനില്? അന്ന് പറ്റും. അതെന്തുകൊണ്ടാണ്? അല്ല ആങ്ങളെ പെങ്ങളെ അല്ലല്ല, ഒരു സെക്കൻഡ്. ആങ്ങളെ പെങ്ങള് വിവാഹം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടോ എപ്പോഴെങ്കിലും?
ആദത്തിന്റെയും നിങ്ങളുടെ അള്ളാഹു ഹവ്വയുടെയും മക്കള് പിന്നെ എങ്ങനെയാണ് മക്കൾ എങ്ങനെ ചെയ്തു എന്നല്ലേ ഇപ്പൊ ആളുകളെ populated കൊല്ലുന്നുണ്ട്, ആയത്? ആളുകളെ കൊല്ലുന്നുണ്ട്. ഇതൊന്നും ദൈവം പറഞ്ഞിട്ടല്ലല്ലോ. ഇവിടെ ദൈവമാണ് ഇത് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ആങ്ങളെയും പെങ്ങളെയും കല്യാണം കഴിക്കണമെന്ന് അള്ളാഹു ആദത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ദൈവം അങ്ങനെ പറഞ്ഞു. ഓക്കെ, ദൈവം പക്ഷെ അങ്ങനെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും എല്ലാ സമയത്തിനും വേണ്ടിയുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പൊ പറഞ്ഞത് ആദത്തിന് ഹവ്വനെയും അവരുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു, അത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അത് ദൈവം ആവശ്യപ്പെട്ടിട്ട് ദൈവകൽപ്പന പ്രകാരം ഒരു കല്യാണം കഴിച്ചാണോ അതോ അവർ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാണോ? ദൈവകൽപ്പന പ്രകാരമാണല്ലോ. അപ്പോ ആങ്ങളെ പെങ്ങള് തമ്മിലുള്ള കല്യാണം, ആ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. അപ്പൊ നിങ്ങളെയോ? ഞങ്ങളുടെ ദൈവം അങ്ങനെ എത്രയും പോപ്പുലേറ്റഡ് ആയത്? ഞങ്ങളുടെ ദൈവം അങ്ങനെ കൽപ്പിച്ചില്ലായിരുന്നല്ലോ സഹോദര. അപ്പൊ ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടതാണോ? അതും അവയിൽ നിന്നല്ല ഇത്ര ആൾക്കാർ വന്നത്? എന്റെ സഹോദരൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മളുടെ അവിടെ ജയിലിൽ ആടിയ ഗോവിന്ദച്ചാമി ആ പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്തു കൊന്നു. അത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണോ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതേപോലെ തന്നെ മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണ്. ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളിൽ നിന്നല്ല ഇത്ര ആൾക്കാർ വന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആദത്തിന്റെ ഹവ്വയുടെ മക്കള് പരസ്പരം വിവാഹം കഴിക്കാനെടുത്ത അതേപോലെ ആ മക്കള് ആ സമയത്ത് കല്യാണം കഴിച്ചതുപോലെ ഈ സമയത്ത് നമുക്ക് ഹലോ സഹോദര, അതല്ല ചോദിച്ചത്. അവര് കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അവര് കല്യാണം കഴിച്ചു. ആദത്തിന്റെ മക്കള് പരസ്പരമാണ് കല്യാണം കഴിച്ചത്. അതല്ല നമ്മുടെ ചോദ്യം. അത് അന്ന് ലോഫുൾ ആയിരുന്നോ? ദൈവം അന്ന് അത് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ അവർക്ക് അന്ന് ചോദിച്ചു. ബ്രദറെ, അതല്ല ബ്രദറെ, Brother, let me make a statement. Brother, let me make the statement. Brother, let me make that statement. അതായത് ആദത്തിന് ഹവ്വയുടെയും മക്കള് കല്യാണം കഴിച്ചു എന്നുള്ളതൊരു ഫാക്റ്റാണ്. ആദത്തിന്റെ അവിടെ ആങ്ങളെയും പെങ്ങളുമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ഫാക്റ്റാണ്. അതല്ല ഇവിടെ പറയുന്നേ. അങ്ങനെ വിവാഹം കഴിക്കാൻ ദൈവം കൽപ്പിച്ചിട്ട് ആ കൽപ്പനാനുസൃത ഒരു വിവാഹം കഴിച്ചാണോ അവർ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്കൾ പറഞ്ഞു അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന്. ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം അങ്ങനെ ഒരു കൽപ്പന ആങ്ങളെയും പെങ്ങളും കല്യാണം കഴിക്കാൻ ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. അങ്ങനെ കഴിക്കരുതെന്ന് മാത്രമേ ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ താങ്കൾ പറയുന്നത് അള്ളാഹു നേരെ തിരിച്ചായിരുന്നു. അന്നത്തെ കാലത്ത് ആങ്ങളും പെങ്ങളും തമ്മിൽ കല്യാണം കഴിക്കാൻ അള്ളാഹു കൽപ്പിച്ച ആ കൽപ്പന അനുസരിച്ചിട്ടാണ് അവർ കല്യാണം കഴിച്ചതെന്നാണ്. അതായത് അതൊരു തെറ്റാണ്. ആ തെറ്റ് അള്ളാഹു കൽപ്പിച്ചിട്ടാണ് അവർ ആ തെറ്റ് ചെയ്തെന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം ദൈവം അങ്ങനെ കൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തു ഇന്ന് ഭൂമിയിൽ വരത്തില്ലായിരുന്നു. അല്ല, അള്ളാഹു ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരിക്കെ അങ്ങനെ അല്ല. അപ്പൊ അള്ളാഹുവിന് എന്ത് എത്തിക്കൽ മൊറാലിറ്റി ആണുള്ളത്? ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള വിവാഹം അനുവദിച്ചു കൊടുത്ത അള്ളാഹുവിന് എന്ത് എത്തിക്കൽ മൊറാലിറ്റിയാ ഉള്ളത് സഹോദര? അത് ആ സമയത്തെ മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ രൂപമാണോ ഈ സമയത്തുള്ളത്? ആ സമയത്തെ മനുഷ്യർക്ക് അള്ളാഹു അവരോട് പറയാ നിങ്ങൾ ആങ്ങളും പെങ്ങളും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുക. ഈ സമയത്തെ മനുഷ്യരോട് അള്ളാഹു അങ്ങനെ പറയുന്നില്ല. എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത്? ആ സമയത്തെ ഫംഗ്ഷൻ അങ്ങനെ ആയിരിക്കും. ഈ സമയത്ത് നമ്മൾ ആങ്ങളെ പെങ്ങളെ കല്യാണം കഴിച്ചാൽ ബയോളജിക്കൽ എറേഴ്സ് വരുമല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനെ വരില്ലായിരുന്നു. വരാത്തത് കൊണ്ടാണല്ലോ ഇപ്പോഴും നല്ല മനുഷ്യരുള്ളത്. അല്ല, അന്നത്തെ കാലത്ത് സൃഷ്ടിച്ച സമയത്ത് ബയോളജിക്കൽ വർക്കിംഗ് ഒക്കെ ആ രീതിയിലായിരുന്നു. അല്ല, അന്നത്തെ കാലത്ത് അങ്ങനെ വരില്ലായിരുന്നു. പിന്നെ ഏത് കാലത്താണ് ഇങ്ങനെ ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ബയോളജിക്കൽ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി? ഏത് കാലത്താണ്? അക്കോർഡിംഗ് ടു സയൻസ് അത് ഏത് കാലത്താണ്? മനുഷ്യന് ഡി എൻ എ ഉള്ള കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഇനി ഈ ബയോളജിക്കൽ പ്രശ്നം, അതായത് ജനിതക രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത്? അല്ല, ഇവിടുത്തെ ഒരു ഫാക്ട് ഉണ്ട് സഹോദര. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഫോർ ആർഗ്യുമെന്റ്, സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഞാൻ അത് അഗ്രി ചെയ്യുന്നു. സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അത് സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അല്ല, അത് ഖുർആനിലുള്ള കാര്യമാണ്. ഹലോ ബ്രദർ, ആദം നബിയെ സാത്താനോട് ഈ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ഖുർആനകത്തുള്ള കാര്യം. അത് സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അല്ല. ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ഖുർആൻ. ഇതല്ലാതെ സൃഷ്ടാവിനെ സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. അത് തന്നെയല്ലേ ഇബ്ലീസും ചോദിച്ചേ. സൃഷ്ടിയെ എന്തിന് ഞാൻ ആരാധിക്കണം? അത് മനസ്സിലായല്ലോ. അള്ളാഹു സൃഷ്ടിയെ ആരാധിക്കാൻ പറഞ്ഞപ്പോ അതല്ലേ സാത്താൻ ചോദിച്ചത്, ഞാൻ എന്തിനാ സൃഷ്ടിയെ ആരാധിക്കുന്നത്?
എങ്ങനെ? ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ ഇനി വേറൊരു എപ്പോഴാണ് അള്ളാഹുവിന് തിരിച്ചറിവുണ്ടായത്? സൃഷ്ടിയെ ഇനി മുതൽ ആരാധിക്കണ്ട എന്ന് തിരിച്ചറിവുണ്ടായത് എപ്പോഴാ? ഓക്കെ, ഞാനത് സമ്മതിച്ചു. ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം കൂടെ അതിനകത്ത്, ചെറിയ കാര്യങ്ങൾ, വലുതൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്. ഈ സൃഷ്ടിയെ ആരാധിക്കില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ലാതിരിക്കെ ആ ഇബ്ലീസിനെ പിന്നെ അള്ളാഹു ശിക്ഷിച്ചെന്തിനാ? അല്ലാഹു എല്ലാരെയും സൃഷ്ടിക്കുന്ന പോലെ ഇബ്ലീസിനെ അല്ല, സൃഷ്ടിച്ചതല്ല, ശിക്ഷിച്ചത്. എല്ലാത്തിനും റീസൺ ഉണ്ടല്ലോ. അതാ ആ റീസണാ ഞാൻ ഫ്രീ വില്ല് തരുമ്പം നമുക്ക് മനുഷ്യർക്ക് സ്വതന്ത്ര ചിന്താഗതി ശേഷി തരുമ്പം അതിനെ വഴിതെറ്റിക്കാനായിട്ട് വേണ്ടേ? അതല്ല ഞാൻ ചോദിച്ചത്. സൃഷ്ടിയെ ആരാധിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. ഞാൻ സൃഷ്ടിയെ ആരാധിക്കില്ല, സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ അള്ളാഹു ശിക്ഷിച്ചു. അത് എന്തിനാ ശിക്ഷിച്ചതെന്നായി ചോദിച്ചത്? അള്ളാഹുന്റെ കൽപ്പന ധിക്കരിച്ചതിന്, സൃഷ്ടിയെ ആരാധിക്കാത്തതിന്. അള്ളാഹു ഒരു ശിർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ സാത്താൻ ശിക്ഷ ഏറ്റുവാങ്ങി. അള്ളാഹു ശിർക്ക് ചെയ്യാനല്ല പറഞ്ഞത്, സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതുകൊള്ള സഹോദര, താങ്കള് ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ശിർക്കാണോ അല്ലയോ? ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, അത് ആ സമയത്ത് നിയമമായിരുന്നു. ആ സമയത്ത്, അതായത് താങ്കൾ പറയുന്നത് ആദത്തെ സൃഷ്ടിച്ച സമയത്ത് സൃഷ്ടികളെ സുജൂദ് ചെയ്യാമായിരുന്നു, അങ്ങനെ നിയമമുണ്ടായിരുന്നു, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അന്നത് ശിർക്കല്ലായിരുന്നു? അല്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് അള്ളാഹ്ക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈഗോ അടിച്ചിട്ട് പെട്ടെന്ന് ശിർക്കാക്കി മാറ്റും? എന്ന് മുതലാണ് അത് ശിർക്കായി മാറിയത്? സൃഷ്ടികളെ സുജൂദ് ചെയ്യുന്നത് ആരാധിക്കാനുള്ള രീതികളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ മെത്തേഡ് ശിർക്കായി മാറിയത്. അല്ല, ഏത് നിമിഷം മുതൽ അപ്പൊ അള്ളാഹുവിന് തിരിച്ചറിവുണ്ടായത് സുജൂദ് എന്നെ മാത്രം ചെയ്താൽ മതി, ഇനി മനുഷ്യര് അല്ലെങ്കിൽ സൃഷ്ടികൾ പരസ്പരം സുജൂദ് ചെയ്യേണ്ടെന്ന് അള്ളാഹ്ക്ക് പെട്ടെന്ന് തീരുമാനം ഭൂമിയിലേക്ക് അയച്ചു? പാവമോചനം തേടാനും ആരാധിക്കാനും എല്ലാ കാര്യങ്ങളുടെ പേര് പഠിപ്പിച്ചു കൊടുത്ത അന്ന് തൊട്ടാണ് അത് ശിർക്കായി മാറി. അത് ശിർക്കായി. അതുവരെ അത് ശിർക്കല്ല. അതുവരെ ആർക്കും ആരെയും നമസ്കരിക്കായിരുന്നു. അതുവരെ ആർക്കും ആരെയും നമസ്കരിക്കായിരുന്നു, അള്ളാഹുവിനെ മാത്രം. അല്ല, ഒരു കാര്യം കൂടെ, ഒരു ലാസ്റ്റ് കാര്യം കൂടെ, അതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം. ഈ ഇബ്ലീസ് അള്ളാഹു ഇത് അല്ലെ, പിന്നെ ഇനി ആ കോണ്ടാക്ട് മുഴുവൻ പറഞ്ഞു പറഞ്ഞല്ലോ. അല്ല, ഒരു ഞാൻ ഇത് വലുതല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഒരു സെക്കൻഡ്, ഇതൊരു ചെറിയ കാര്യം. ഇനി ഈ ഒരു കോണ്ടാക്ട് ഈ ഒരു കോണ്ടാക്ട് പറഞ്ഞു വെച്ച് ഇതെല്ലാം പറയണ്ട. അതുകൊണ്ടാ അള്ളാഹു കൽപ്പിക്കുമല്ലോ, മലക്കുകളെ നിങ്ങൾ ആദത്തെ സുജൂദ് ചെയ്യുക. ഓക്കെ, ഈ ഇബ്ലീസ് മലക്കായിരുന്നോ? അല്ല, ഇബ്ലീസ് മലക്കല്ലല്ലോ. ഈ മലക്കല്ലാത്ത ഇബ്ലീസിനെ അള്ളാഹു എന്തിനാ ശിക്ഷിച്ചേ? അള്ളാഹു മലക്കുകളോടാണല്ലോ പറയുന്നത് നിങ്ങൾ ആദത്തെ സുജൂദ് ചെയ്യുക. ഇബ്ലീസ് മലക്കല്ലല്ലോ. പിന്നെ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ ശിക്ഷിക്കണ എന്തിനാ അള്ളാഹുവിന് അറിയില്ലേ മലക്കും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസം? എന്നിട്ട് മലക്കുകളോടും ജിന്നുകളോടും താങ്കള് ഖുർആനകത്ത് ആ ആയത്തൊന്ന് എടുക്കാമോ? അള്ളാഹ് ആരോടാ പറഞ്ഞത്? ആ കോണ്ടാക്ടിനകത്ത് പറയുന്നത് അള്ളാഹു, ഞാൻ എടുത്തു തരാം. അല്ല, ചോദ്യത്തിന് ഉത്തരം വേണ്ട. ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ പറയുന്ന ഇബ്ലീസിനെ ഇപ്പോ മലക്കുകളോടാണ്, ഇപ്പൊ ജിന്നുകളോടും മലക്കുകളോടാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ ലോജിക്കിനോട് ഞാൻ യോജിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. ജിന്നുകളോടും മലക്കുകളോടും അല്ല എങ്കിൽ, മലക്കുകളോട് മാത്രമാണ് നിസ്കരിക്കാൻ ഖുർആനകത്ത് പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന് എവിടെയോ ഒരു പ്രശ്നം പറ്റിയെന്ന് വരൂല്ലേ? മലക്കുകളോട് മാത്രമാണ് നിസ്കരിക്കാൻ പറഞ്ഞോ? മലക്കുകളോട് മാത്രമാണോ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞതെങ്കിൽ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിക്കണോ? അല്ല, താങ്കൾക്ക് അറിയില്ല. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കുന്നതല്ല. ഖുർആനകത്ത് ഒരു അബദ്ധം ഞാൻ കാണിച്ചു വരുമ്പോ താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അത് രക്ഷപ്പെടുന്നതല്ലല്ലോ അതിന്റെ ശരി. ഇത് അല്ല, പിന്നെ ഓഫ് കോഴ്സ്, അയ്യോ, ഇത് എന്തൊക്കെ പറഞ്ഞാലും 1 to 1 ആണ്. അല്ലാതെ ഒരെണ്ണം നിങ്ങളെടുത്താൽ പിന്നെ ഒരെണ്ണം അത് നിങ്ങൾക്ക് ഉള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഇത് താങ്കളെടുത്ത കോണ്ടാക്ട്, ഞാനെടുത്ത കോണ്ടാക്ട് അല്ല. ഈ കോണ്ടാക്ട് താങ്കൾ എടുത്തുകൊണ്ട് ആ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്നാണ്
ചോദിച്ചോളൂ, നോ ഞാൻ പ്രോബ്ലം, ചോദിച്ച ചോദ്യത്തില് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചോദിച്ചോ. 1 by 1 ആയിട്ട് ദൈവം അങ്ങോട്ടും അപ്പൊ ഇങ്ങോട്ടും. മരിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ടൈം ഡൈലേഷൻ ആണെന്ന്. ടൈം അതായത് ഈ ഡയലേഷൻ എന്നല്ല, യേശുക്രിസ്തു എത്ര നാള് ജീവിച്ചു ദൈവത്തിന്റെ കണക്ക് പ്രകാരം? ദൈവത്തിന്റെ കണക്ക് അവിടെ പ്രകാരം. കോൺട്രഡിക്ഷൻ ആയില്ലേ? ഹലോ, ദൈവത്തിന്റെ കണക്ക് പ്രകാരം യേശുക്രിസ്തു ആള് ദൈവത്തിന്റെ ജീവിച്ചു. കണക്ക് പ്രകാരം അപ്പൊ യേശുക്രിസ്തു എത്ര നാള് ജീവിച്ചു? ദൈവത്തിന്റെ ദിവസപ്രകാരം യേശുക്രിസ്തു ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല, ദൈവത്തിന്റെ ടൈം വെച്ചിട്ട്. അപ്പൊ മനുഷ്യന്റെ ടൈം പ്രകാരം? മനുഷ്യന്റെ ടൈം പ്രകാരം യേശുക്രിസ്തു എത്ര 30-33 വർഷം വരെ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വേഴ്സില് ദൈവത്തിന്റെ സമയപ്രകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നീ ഇത് കഴിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആരാ പറയുന്നത്? നീ ഒരു ദിവസം കൊണ്ട് അല്ല, മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് നീ ആദത്തിന്റെ സമയപ്രകാരം മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ പറയുന്നയാളുടെ സമയപ്രകാരമാകാൻ. അത് മനുഷ്യനല്ലേ? ആദം മനുഷ്യനാണ്, പക്ഷെ പറയുന്ന ആള് ദൈവമല്ലേ? ഓക്കെ, പറയുന്ന ആള് ദൈവം. അല്ല, ബൈബിളിനകത്തെ വാക്യത്തിൽ താങ്കൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. ദൈവത്തിന്റെ ഒരു ദിവസം മനുഷ്യന്റെ 1000 വർഷം പോലെയും എന്നുള്ള വാക്യം എടുത്തു തരേണ്ട, റെഫറൻസ് തരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എടുത്തു തരാം. പത്രോസ് എഴുതിയ ലേഖനത്തിലും ഉണ്ട്, സങ്കീർത്തനങ്ങളിലും ഉണ്ട്. ഒരു ദിവസം മനുഷ്യന് 1000 വർഷം പോലെയും ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, താങ്കൾക്ക് പരിശോധിച്ച് നോക്കാം ആദം എത്ര വർഷം ജീവിച്ചെന്ന്. ഇനി അത് ദൈവത്തിന്റെ അത് ദൈവത്തിന്റെ. ഓക്കെ, ഇനി താങ്കൾക്ക് എന്താണ് ചോദ്യം? ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് എന്തിനാണ് ഒരു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഒരു മനുഷ്യന്റെ സാക്രിഫൈസിന്റെ ആവശ്യം എന്തിനാണ്? സർവശക്തനായ ദൈവത്തിന് ഒരു ആൾക്കെന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു പാപം പുറത്തു കൊടുക്കാൻ ചോരയുടെ ആവശ്യം എന്തിനാണ്? ചോര ചീറ്റേണ്ട ആവശ്യം എന്തിനാണ് പാപം പുറത്തു കൊടുക്കാൻ? പറയട്ടെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു പാപം മോചിക്കുന്നതിന് ദൈവത്തിന് ആരുടെയും ചോര ചീറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ആദ്യത്തെ സൃഷ്ടിയല്ല. മനുഷ്യനെന്ന് പറയുന്ന ഒരു പരിധിവരെ അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ പ്രപഞ്ചത്തിലെ, അത് സ്പിരിച്വൽ ആയാലും ശരി, അല്ലാത്ത പ്രപഞ്ചമാണെങ്കിലും ശരി, പ്രപഞ്ചത്തിലെ അവസാന സൃഷ്ടികളിൽപ്പെട്ടാണ് മനുഷ്യൻ, അല്ലാതെ ആദ്യ സൃഷ്ടിയല്ല. അപ്പോൾ ദൈവം സൃഷ്ടികളുമായിട്ട് ഇടപെടുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടല്ല. ആദ്യം അനേക സൃഷ്ടികളുമായിട്ട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. അനേക സൃഷ്ടികളെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. അനേക സൃഷ്ടികൾക്ക് ദൈവം ശിക്ഷ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സാത്താൻ. അനേക ദുരാത്മാക്കൾക്ക് ദൈവം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്. ഇതിനു മുന്നുള്ള ദൂതന്മാരെ ശിക്ഷിച്ച കാര്യം പോലും ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ അവസാന സൃഷ്ടിയായ മനുഷ്യൻ ഒരു പാപം ചെയ്തിട്ട് അവിടെ ദൈവം നേരെ നിനക്ക് മാത്രം ഞാൻ പാപം മോചിച്ച് നേരെ കയറി മുകളിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞാൽ അതൊരു പാർഷ്യാലിറ്റി. ദൈവം പക്ഷഭേദമില്ലാത്ത, അവന് മുഖപക്ഷം ഇല്ലല്ലോ എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ കാണിക്കുന്ന പോലെ ഇബ്ലീസിനോടൊരു നിയമം മനുഷ്യനോട് വേറെ നിയമം എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ബൈബിളിലില്ല. കാര്യം ദൈവമാണെങ്കിൽ പോലും ദൈവത്തിനൊരു നീതി, ഒരു ജസ്റ്റിസ് ഉണ്ട്. അല്ലാതെ മുഹമ്മദിന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, ബാക്കിയുള്ളവർ 4 കെട്ടട്ടെ എന്ന് പറയുന്ന പരിപാടിയല്ല. ദൈവത്തിന് ഒരു നീതി. അപ്പം ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളുടെ ചോര തെറിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജസ്റ്റിസ് ആണെന്നാണോ പറയുന്നത്? ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളുടെ ചോര തെറിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജസ്റ്റിസ് അല്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ ആ ഇന്നസെന്റ് ആയ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അല്ലെ പിന്നെ ദൈവം ഏതെങ്കിലും ഒരു ഇന്നസെന്റ് ആയ ഒരാളെ പിടിച്ച് വെട്ടിക്കൊന്നിട്ട് പാപമോചനം കൊടുക്കുകയാണ്, ആ ദൈവത്തിന് വല്ല കാശിനും കൊള്ളാവോ? അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി. യേശുക്രിസ്തു ദൈവമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ബൈബിളിൽ പറയുന്ന കാര്യമാണ്. യേശുക്രിസ്തു ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള പ്രവചനങ്ങൾ മുതൽ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മുതൽ അവസാനം വരെയുള്ള വെളിപ്പാടിലെ വാക്കുകൾ വരെ യേശുക്രിസ്തു ദൈവമാണെന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അല്ലാതെ യേശുക്രിസ്തു എല്ലാ ദിവസവും 5 നേരം വെച്ച് മൈക്ക് വിളിച്ചുകൊണ്ട കാര്യമില്ല, ഞാൻ ദൈവമാണേ. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ചത് ഫാദറിനോട് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. യേശുക്രിസ്തു പഠിപ്പിച്ചത് ദൈവത്തോട് ആരാധിക്കാൻ യേശുക്രിസ്തു പഠിപ്പിച്ചില്ലല്ലോ. യേശുക്രിസ്തു സഹോദര, ദൈവം ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടില്ല, അതിനകത്ത് എന്താ കുഴപ്പം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരൻ, താങ്കളുടെ മുന്നില്
ഒരു സെക്കൻഡ്, താങ്കളുടെ മുന്നിൽ ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യനായിട്ട് താങ്കളുടെ കൂടെ ജീവിക്കുകയാണെന്നിരിക്കട്ടെ. ആ മനുഷ്യൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തായിരിക്കും? ദൈവത്തെ എങ്ങനെ കൃത്യമായി ഫോളോ ചെയ്യാമെന്നായിരിക്കും. ശരിയല്ലേ? ഇപ്പം അള്ളാഹു ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുവാണെങ്കിൽ, നിങ്ങൾക്കൊരു റോൾ മോഡലായിട്ട് ഒരു ടീച്ചറായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുവാണെങ്കിൽ, എങ്ങനെയാണ് ഏറ്റവും കൃത്യമായി എന്തിനാണെന്നുള്ള ചോദ്യം താങ്കൾ ഇപ്പം ചോദിക്കല്ലേ. താങ്കൾ അതിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് ദൈവത്തിൻ്റെ ഇത് ആണല്ലേ. അതുകൊണ്ട് ആ ചോദ്യം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഈ എന്തിനാണെന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്തെ കാര്യം. ഇവിടുത്തെ കാര്യം, അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാൻ കഴിവുണ്ടെങ്കിൽ, താങ്കൾ ചോദിച്ചില്ലേ ദൈവം സർവശക്തനാണെങ്കിൽ, അതേ ആർഗ്യുമെൻറ്റിനെ ഞാൻ തിരിച്ചു വെക്കുകയാണ്. അള്ളാഹു സർവശക്തനാണെങ്കിൽ അള്ളാഹുവിന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാനുള്ള ശേഷിയുണ്ട്, എബിലിറ്റി ഉണ്ട്, പ്രത്യക്ഷനാവാനുള്ള കാര്യം. അള്ളാഹുവിൻ്റെ കേവലം ഒരു സൃഷ്ടിയായ ഒരു റൂഹിന് വരെ മനുഷ്യനായിട്ട് വരാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പിന്നെ അതിലും കഴിവുകെട്ടവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് സർവശക്തൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അള്ളാഹു മനുഷ്യനായിട്ട്, അള്ളാഹുവിന് മനുഷ്യനായി വരാനുള്ള ശേഷി ഇല്ലെങ്കിലോ? അള്ളാഹുവിന് മനുഷ്യനായി പ്രത്യക്ഷനാവാനുള്ള ശേഷിയില്ലെങ്കിൽ അള്ളാഹു സർവശക്തനാവൂ? അള്ളാഹുവിന്റെ റൂഹ് ദൈവത്തിന് ഇല്ലാതാവാൻ കഴിയില്ല. ഇല്ല. അതേപോലെ അള്ളാഹുവിന് മനുഷ്യനാകേണ്ട ആവശ്യമില്ല. ഹലോ, അള്ളാഹുവിന് മനുഷ്യനെ പ്രത്യക്ഷനാകാൻ കഴിയും. ദൈവത്തിന് ഇല്ലാതാകാൻ കഴിയില്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനാകാനും എന്നാ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റൂഹിന് ഇല്ലാതാകാൻ കഴിയൂ? അള്ളാഹു വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റൂഹിന് ഇല്ലാതാകാൻ കഴിയുമെന്ന് അള്ളാഹുവിന് റൂഹുണ്ടെന്നാരാ പറഞ്ഞത്? അള്ളാഹുവിന് റൂഹുണ്ടെന്ന് ഖുർആനകത്ത് സൂറത്ത് മറിയമിൽ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റൂഹ് വന്നു. എടുത്തോളൂ, സൂറത്ത് മറിയം. സൂറത്ത് മറിയം. അല്ല, അത് നോക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ അങ്ങ് എന്നെ വടിയാക്കിയിട്ട് പോകില്ലേ, അത് ശരിയല്ലല്ലോ. താങ്കളുടെ ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞ. താങ്കൾ ഖുർആൻ എടുത്തു. താങ്കളുടെ ചോദ്യത്തിനല്ലേ ഉത്തരം പറഞ്ഞത്. താങ്കൾ എന്തുവാ ചോദിച്ചത്? ദൈവം ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് വേണോ ദൈവത്തിന് പാപമോചനം കൊടുക്കാനെന്നാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നൊരു മനുഷ്യനായിട്ട് ദൈവം തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നത്. കാര്യം അത്തരത്തിലുള്ള ഒരു അനീതി താങ്കൾ ചോദിച്ച അതാണ്. അത് താങ്കൾ അതിന്റെ ഉപചോദ്യമായിട്ട് ചോദിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വരുന്നത്. യേശുക്രിസ്തു എന്തുകൊണ്ട് പിതാവിന്, അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട്, ഒരു അധ്യാപകനായിട്ട്, ഒരു ടീച്ചറായിട്ട് താങ്കളുടെ കൂടെ ഒരു മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ആരെ ആരാധിക്കാനായിരിക്കും? ആ ക്വസ്റ്റ്യൻ ലോജിക്കലാണ്. അതുകൊണ്ട് ഉത്തരം പറ. ആ ക്വസ്റ്റ്യൻ ലോജിക്കലാണെന്നുള്ള രണ്ടാമത്തെ കാര്യം. അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ അപ്പൊ പിന്നെ ഈ ചോദ്യത്തിലേക്ക് വരും. അന്ന് താങ്കളല്ലേ പറഞ്ഞു അങ്ങനെ വരാനുള്ള താങ്കൾ, അതെ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആൻസർ അല്ലേ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ വരാൻ കഴിവുണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ആരെ ആരാധിക്കാൻ? അള്ളാഹു മനുഷ്യനായിട്ട് ഭൂമിയിൽ ഒരു അധ്യാപകനായി വന്ന ഒരു ടീച്ചറായിട്ട്, താങ്കളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചറായിട്ട് അള്ളാഹു മനുഷ്യനായിട്ട് ഭൂമിയിൽ താങ്കളോട് വന്നാൽ ആരെ ആരാധിക്കാനായിരിക്കും അള്ളാഹു പറയുന്നത്? അള്ളാഹു എന്ത് പറയും? മനുഷ്യനായിട്ട് വന്നേക്കുവാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനിപ്പോ തിരിച്ചു പോകും. യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്നെ ആരാധിക്കണം, മനുഷ്യനായി എന്നെ ആരാധിക്കണമെന്ന് പറയും അല്ലേ? ഞാൻ മനുഷ്യനായിട്ടാണ് വന്നേക്കുന്നത്, മനുഷ്യനായി എന്നെ ആരാധിക്കണമെന്നല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ മനുഷ്യനായി വന്നേക്കുക, ഞാനിപ്പോ തിരിച്ചു പോകും, നിങ്ങൾ എന്നെയാണ് ആരാധിക്കുന്നത്. ഒരു ചോദ്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു പോലീസുകാരൻ ഒരു എൻക്വയറിക്ക് വേണ്ടി രഹസ്യമായിട്ടൊരു എൻക്വയറി നടത്തണം. പുള്ളി മഫ്തിയിൽ ഒരു സ്ഥലത്ത് വന്ന് ഒരു എൻക്വയറിക്ക് വേണ്ടി വരിക. ഓക്കെ, ആ പുള്ളിക്കാരൻ എല്ലാ മൈക്ക് കെട്ടി വെച്ച് ഞാൻ പോലീസുകാരനാണേ എല്ലാവരും എന്നെ സല്യൂട്ട് ചെയ്യണം, എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അങ്ങനെ പറഞ്ഞാൽ ആ പോലീസുകാരൻ്റെ തലക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കൂ? ബന്ധം ഞാൻ വരുത്തി തരാം. അങ്ങനെ പറഞ്ഞാൽ ഒരു മഫ്തിയിൽ വന്ന് കേസ് അന്വേഷിക്കേണ്ട ഒരു കാര്യം, അതായത് രഹസ്യമായ ഒരു എൻക്വയറി ചെയ്യേണ്ട ഒരു റോളിന് വേണ്ടി ഒരു പോലീസുകാരനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടേക്കുക. അങ്ങേര് മഫ്തിയിൽ വന്നിട്ട് കാണാൻ എല്ലാവരോടും പറ്റും ഞാൻ പോലീസുകാരനാണ് കേട്ടോ, എന്നെ എല്ലാവരും ബഹുമാനിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ആ പോലീസുകാരന് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുമോ? ഓക്കെ, മനുഷ്യന് വേണ്ടി
മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനുണ്ട്. അതായത് മനുഷ്യന് വേണ്ടി ഭൂമിയിൽ ഒരു നിർദോഷമായ ഒരു മരണം സംഭവിക്കണം എന്നൊരു കാര്യത്തിന് വേണ്ടി, അതിൻ്റെ റീസണും ലോജിക്കൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അങ്ങനൊരു കാര്യത്തിന് വേണ്ടി ദൈവം ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാൽ ഞാൻ ദൈവമാണേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ മന്ദബുദ്ധിയായ പോലീസുകാരനായി പോവില്ലേ ദൈവം? ദൈവം മനുഷ്യനായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ഓക്കെ, പല പ്രാവശ്യം ദൈവം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമൊന്നുമല്ല, ദൈവം ഇഷ്ടംപോലെ പ്രാവശ്യം മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഊഹിക്കേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ എടുത്തോളൂ യെശയ്യാ പ്രവാചകൻ, താങ്കളിപ്പോൾ ബൈബിളിൽ നിന്ന് വാക്യം എടുത്തില്ല, എടുത്തോളൂ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എൻ്റെ 6-ാം വാക്യം. താങ്കളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോളൂ. ഇംഗ്ലീഷായാലും മലയാളത്തിലായാലും അത് തന്നെ. ഐശയ്യ ചാപ്റ്റർ 9:6. ഐശയ്യ എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 400-500 വർഷത്തിന് മുന്നുള്ള പ്രവാചകനാണ്. ഓക്കെ, അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം, സഹസ്രാബ്ദത്തിന് മുന്നുള്ള പ്രവാചകനാണ് ഐശയ്യ. അന്ന് എഴുതപ്പെട്ട കാര്യമാണ്, വായിച്ചോളൂ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനാണ് ജനിച്ചേക്കുന്നത്, മനുഷ്യക്കുഞ്ഞാണ് ജനിച്ചേക്കുന്നത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു പുത്രനാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞാണ് ജനിച്ചേക്കുന്നത്. ദൈവമാണെന്ന് വിളിക്കാൻ പറ്റുമോ അവന്? പക്ഷെ പറയുക, ആ ശിശുവിനെ വിളിക്കുന്നത് എന്താ? അവന് ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അതായത് അവൻ്റെ തോളിലായിരിക്കും എല്ലാ പവറും ഇരിക്കുന്നത്. അവന് അത്ഭുതമന്ത്രി, വീരനായ ദൈവം, ഗിബോർ ഏൽ എന്നാണ് ഹീബ്രുവിൽ എഴുതുന്നത്. ഇസ്മായിൽ എന്ന് നിങ്ങൾ പറയില്ലേ, ഇസ്രായേൽ, ഇസ്മായേൽ എന്ന് പറയുന്നില്ലേ? അതിലെ ഏൽ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം എന്നുള്ളതിൻ്റെ ഹീബ്രു പദമാണ് ഏൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്മായേൽ എന്നും, നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, നീ എൻ്റെ വിളി കേട്ടു എന്നെ എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്മായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ, ദൈവത്തോട് മല്ലു പിടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽ എന്നുള്ള പദം വരുന്നത്. ഏൽ എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ ഗിബോർ ഏൽ, വീരനായ ദൈവം എന്നവന് പേർ വിളിക്കപ്പെടും. അതായത് ആ കുഞ്ഞിനെ താങ്കൾ വേറൊരു മനുഷ്യനായിട്ട് കാണുമായിരിക്കും, പക്ഷെ ആ കുഞ്ഞ് ശരിക്കും വീരനായ ദൈവമായിരിക്കും എന്ന ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് ജനിച്ചു വീഴുന്ന. ഓടി രക്ഷപ്പെടാൻ നോക്കിയതും മരിച്ചതും ഇല്ല, മനുഷ്യക്കുഞ്ഞായിട്ടാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ പോലെ ആവത്തില്ലേ? എന്ത് വിഷം കഴിച്ച് മരിച്ചോ? യുദ്ധങ്ങളിൽ വിജയിക്കത്തില്ലേ? രാജ്യങ്ങൾ കീഴ്പ്പെടുത്തത്തില്ലേ? ഹലോ, പ്രവാചകൻ മുഹമ്മദ് മരിച്ച എങ്ങനെയാണ് സഹോദര? യുദ്ധത്തിൽ പിടിച്ചോണ്ട് വന്ന പെണ്ണ് ഭർത്താവിനെയും സഹോദരങ്ങളെയൊക്കെ കൊന്നിട്ട് യഹൂദ സ്ത്രീകളെ പിടിച്ചോണ്ട് വന്നപ്പോൾ അതിലൊരു സ്ത്രീ നൈസായിട്ട് ആട്ടിൻകറി ഉണ്ടാക്കി കൊടുത്ത് വിഷം കലക്കി കൊടുത്തിട്ട് അതുപോലും തിരിച്ചറിയാൻ പറ്റാതെ കൂടെ ഉണ്ടായിരുന്ന ആരും മരിച്ചില്ല. 3 വർഷം നരകിച്ചിട്ടാ മരിച്ചത്. അതായത് മരിക്കണതിന് മുന്നേക്ക് പുള്ളിയുടെ കാല് നിലത്ത് കിടന്ന് വലിയുമായിരുന്നു എന്നാ പറയുന്നത്. വായിക്കണോ ഞാൻ ഹദീസ്? ആ വിഷം കഴിച്ചിട്ട് അപ്പ മരിച്ചെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നേനെ. കാര്യം അപ്പൊ തന്നെ മരിച്ചുപോയി. യേശുക്രിസ്തുവിന്റെ ധീരത ഞാൻ പറഞ്ഞുതരാം. യേശുക്രിസ്തുവിന്റെ ധീരത എന്ന് വെച്ചാൽ യേശുക്രിസ്തു തന്നെ പരസ്യമായിട്ട് പ്രസംഗിച്ചു, ഞാനിതാ യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ പോയിട്ട് പോലും അതിന് മുന്നേ യേശുക്രിസ്തു പ്രസംഗിക്കുന്നത്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് പ്രവചിച്ചിട്ട് യേശുക്രിസ്തു ഇതുപോലെ കൊല്ലപ്പെട്ടു, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശുക്രിസ്തുവിന്റെ ധീരത. എന്നാൽ മുഹമ്മദ് പറഞ്ഞു, പറഞ്ഞു തീർത്തിട്ട് പറ. എന്നാൽ മുഹമ്മദ് പറഞ്ഞു, അജുവ ഈന്തപ്പഴം കഴിക്കുന്നവർക്ക് വിഷമേൽക്കില്ല എന്ന് പറഞ്ഞ പുള്ളി സ്ഥിരം അജുവ ഈന്തപ്പഴം കഴിക്കുമായിരുന്നു എന്ന് ഹദീസുകൾക്കകത്ത് പറയുന്നു. അതേ മുഹമ്മദ് ആ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഈ അജുവ ഈന്തപ്പഴം കഴിച്ചിട്ടും യഹൂദ സ്ത്രീ കൊടുത്ത ആട്ടിൻകറിയിലെ വിഷം അടിച്ചിട്ട് 3 വർഷം നരകിച്ച് മരണവേദന അനുഭവിച്ച് മരിക്കണ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ 2 പേർ ചേർന്ന് എടുത്തിട്ടും കാല് നിലത്തുകൂടെ വലിഞ്ഞു ഉരഞ്ഞു പോകുമായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് കഴിച്ച വിഷത്തിന്റെ വേദന എന്റെ ജീവനാഡി മുറിയുന്ന പോലെ അങ്ങനെ 3 വർഷത്തോളം നരകിച്ചാണ് മുഹമ്മദ് മരിച്ചത്. മുഹമ്മദ് പറഞ്ഞതിന് വിരുദ്ധമായാണ് മുഹമ്മദ് മരിച്ചത്. വിഷം കഴിച്ച് മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷം കഴിച്ച് എന്റെ പുള്ളി മരിച്ചു, വിഷം അടിച്ച് എന്റെ പുള്ളി മരിച്ചു.
എന്നാൽ യേശു ക്രിസ്തു തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് പ്രവചിക്കുകയും ആ പ്രവചനത്തിന്റെ അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിനനുസരിച്ച് തന്നെയാണ് മരണം സംഭവിച്ചത്. അവൻ പറഞ്ഞതുപോലെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി പറ, ആരാ ഹീറോയിസം കാണിച്ച? മുഹമ്മദ് ആണോ യേശു ആണോ? ധീരനായ ഒരാള് ജൂതന്മാരെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ആവശ്യം എന്താണ്? ആരും രക്ഷപ്പെട്ടു? യേശുക്രിസ്തു യൂതന്മാരുടെ നിന്ന് ഓടി രക്ഷപ്പെട്ടൊന്നുമില്ല. യേശുക്രിസ്തു അന്തസ്സോടെ അവിടെ നിൽക്കുമായിരുന്നു. യേശുക്രിസ്തു വന്നു പിടിക്കുകയത്. യേശുക്രിസ്തു ജൂതന്മാരുടെ ഇടയിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അപ്പൊ ആരാണ് ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. പിതാവെന്ന് വെച്ചാൽ ദൈവമാണല്ലോ. ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. മുസ്ലിങ്ങളും കല്ലെടുക്കും, ജൂതന്മാരും കല്ലെടുക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? കല്ലറിയാൻ പറ്റിയോ? ഞാനും ദൈവവും ഒന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോ ആൾക്കാര് കല്ലെടുത്തപ്പം യേശുക്രിസ്തു അപ്പൊ താങ്കളല്ലേ പറഞ്ഞത്? യേശുക്രിസ്തു എവിടാ പറഞ്ഞത് ഞാൻ ദൈവമാണെന്ന്? യേശുക്രിസ്തു എവിടാ പറഞ്ഞതെന്ന്? യേശുക്രിസ്തു ദൈവമാണെന്നല്ല. പിന്നെ ഞാനും ദൈവം ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും ദൈവം രണ്ടാമതാണ് അർത്ഥം. യേശുക്രിസ്തു ഉദ്ദേശിച്ചത് താങ്കൾ പറയണ്ടല്ലോ. യേശുക്രിസ്തു അല്ല. ഹലോ, അള്ളാഹു മുഹമ്മദ് ഒന്നാണോ? ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. എന്നാ പൂർത്തിയാക്ക്. യേശുക്രിസ്തു ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. യേശുക്രിസ്തു ഉദ്ദേശിച്ചത് ഞാൻ ദൈവം അയച്ച പ്രവാചകനാണ് എന്ന്. അതെങ്ങനെ സഹോദര? അതായത് അല്ല, മിഷനിൽ ഒന്നാണെന്ന് ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം അയച്ച പ്രവാചകനാണെന്നാണ് അതിനർത്ഥം. അതൊരു പുതിയ ട്രാൻസ്ലേഷൻ ആണല്ലോ. താങ്കൾക്ക് ആരാണ് അവകാശം തന്ന അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതിനെ മാറ്റി പറയാൻ? പറഞ്ഞോളൂ, ബാക്കി പറ. യേശുക്രിസ്തു പറഞ്ഞ് ഞാനും ദൈവവും ഒന്നാകുന്നു. ഓക്കെ, ഞാൻ സമ്മതിച്ചിരുന്നു. യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞു. ഓക്കെ. അതിനുശേഷം യൂതന്മാര് കല്ലെടുത്തപ്പോ യേശുക്രിസ്തു പറഞ്ഞ് യേശുക്രിസ്തു അവരുടെ തോറയില ഒരു വാക്യം പറഞ്ഞു, ദൈവം നിങ്ങളെല്ലാരെയും ദൈവങ്ങളെന്ന് വിളിച്ചിട്ടില്ലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നെവിടെ പറഞ്ഞു? എടുക്കൂ. ഹലോ, ആ വാക്യം ഒന്ന് എടുത്തിട്ട് പറ. എവിടാ പറയുന്നേ? യോഹന്നാന്റെ സുവിശേഷം എടുത്തോളൂ. ജൂൺ 10:30. വായിച്ചോളൂ. അതിന്റെ 30 മുതൽ തന്നെ താഴേക്ക് വായിച്ചു. 30 മുതൽ താഴേക്ക് വായിക്കുക. ഞാനും പിതാവും ഒന്നാകുന്നു. ഓക്കെ, ഞാനും ദൈവവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. ഓക്കെ, അപ്പം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ദൈവമാകുന്നു എന്ന് തന്നെയാണെന്ന് അന്ന് അത് കേട്ട യഹൂദന്മാർക്ക് വരെ മനസ്സിലായി. പക്ഷെ താങ്കൾക്ക് മനസ്സിലായത് ഞാൻ പ്രവാചകനാകുന്നു എന്നാണ് യേശു പറഞ്ഞു തന്നത് അല്ലേ? അന്നത്തെ സംസാര ഭാഷയിൽ അത് കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായി യേശു സ്വയം ദൈവമാണെന്നാണ് പറഞ്ഞതെന്നും അവരത് റീഫ്രൈസ് ചെയ്ത് പറയുന്നു, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം യേശു താങ്കളല്ലേ ചോദിച്ചത് യേശു സ്വയം ദൈവമാണെന്ന് പറയുന്ന വാക്യം ഏതാണെന്ന്? ഇപ്പൊ കിട്ടിയോ? അല്ല, 30 മുതലൊന്ന് വായിക്കേ. 30 മുതൽ വായിച്ചോളൂ, ഒരു തിരക്കുമില്ല, പതുക്കെ വായിച്ചാൽ മതി.
യേശു ക്രിസ്തു അവസാനം അത് മാറ്റി പറഞ്ഞ കണ്ട, ഐ ആം ദ സൺ ഹലോ, ഓഫ് ഗോഡ് താങ്കൾ ആ 30 മുതൽ ഒന്ന് വായിക്കേ, ഒന്ന് വായിച്ചോളൂ. ഞാൻ വായിക്കാം, അല്ലെ താങ്കൾ വായിക്കും? 34 അല്ല, ജീസസ് ആൻസർഡ് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഹലോ ബ്രദർ, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വായിക്കാതെ 30 മുതൽ വായിക്കൂ. അതാകുമ്പോൾ കോണ്ടെക്സ്റ്റ് ഫുള്ള് കിട്ടുമല്ലോ. 30 ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, ഞാനും എന്റെ പിതാവ് ഒന്നാകുന്നു എന്നാണ് ജീസസ് ആദ്യം ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഞാൻ ദൈവമാണ് എന്നാണോ? ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, ഞാനും ദൈവവും ഒന്നാകുന്നു. അതിന്റെ അർത്ഥം യേശു ദൈവമാണെന്നാണോ? ആ സ്റ്റേറ്റ്മെന്റ് അർത്ഥം ഞാനും എന്റെ പിതാവ് ഒന്നാകുന്നു എന്നാണ്. അല്ല, അതിന്റെ അർത്ഥം ഞാനും ദൈവവും ഒന്നാകുന്നു, ഞാൻ ദൈവമാണെന്നാണോ അതിന്റെ അർത്ഥം? അതെ അതെ. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു സ്വയം താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ അപ്പൊ തുടക്കം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഈ ചോദ്യം താങ്കൾ തുടക്കം ചോദിച്ചായിരുന്നു. സ്വയം ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജൂതന്മാര് വിശ്വസിച്ചത്. അല്ലല്ല, യേശു പറഞ്ഞത്, ഹലോ, യേശു പറഞ്ഞത്, അവസാനം കാണാൻ ഹലോ, ഉദ്ദേശിച്ചത് താങ്കൾ ഉദ്ദേശിക്കുന്നതല്ല. ഹലോ, താങ്കൾ ഉദ്ദേശിച്ച കാര്യമല്ല. യേശു ക്രിസ്തു അവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും ദൈവവും ഒന്നാകുന്നു എന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞത്? യേശു ക്രിസ്തു സ്റ്റേറ്റ്മെന്റ് അതാണോ? ഹലോ, യേശു ക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ യേശു ക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണല്ലോ, ഞാനും ദൈവവും ഒന്നാകുന്നു. ഇത് താങ്കൾ ഓടല്ലേ, താങ്കൾ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെയല്ല. ആ ഭാഷ ആരുടെയായിരുന്നു? യഹൂദന്മാര് ആ നാട്ടിൽ സംസാരിച്ചിരുന്ന ഭാഷയിലാണ് യേശു ക്രിസ്തു അവരോട് സംസാരിക്കുന്നത്. ഓക്കെ, ആ ഭാഷയിൽ യേശു ക്രിസ്തു പറഞ്ഞത് ഞാനും ദൈവവും ഒന്നാകുന്നു. അത് കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായതും എന്താണ്? നീ നിന്നെ തന്നെ ദൈവമാക്കിയിരിക്കെ, അതുകൊണ്ടാണ്, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കിയിരിക്കെ ആക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പോൾ ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം അന്നത്തെ ഭാഷയിലും ഇന്നത്തെ ഭാഷയിലും യഹൂദന്മാർക്ക് മനസ്സിലാകേണ്ട കാര്യമില്ല. ഹലോ, ഇത് അവരുടെ ഭാഷയാണ്. അവരുടെ ഭാഷയിൽ, അന്നത്തെ ഭാഷയിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ ചോദ്യമാണ്. അതെ, യേശുക്രിസ്തു എന്തുകൊണ്ട് ദൈവപുത്രനാണെന്ന് പറയുന്നു എന്നും, യേശുക്രിസ്തു എന്തുകൊണ്ട് ദാവീദ് പുത്രനാണെന്ന് പറയുന്നു എന്നും, യേശുക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെല്ലാം വൺ ബൈ വണ്ണായിട്ട് ഞങ്ങൾ വിശദീകരിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ താങ്കൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞത്, താങ്കൾ പറയുന്നത് യേശു ദൈവമാണെന്നുള്ളത് തെളിവല്ലെന്നാണ് താങ്കൾ പറയുന്നത്. അത് തെറ്റാണ്. കാര്യം, അന്നത്തെ ഭാഷയിൽ ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് ആ നാട്ടുകാർ എറിയാൻ കല്ലെടുത്തുകൊണ്ട് അത് പറഞ്ഞു. നിന്നെ തന്നെ നീ ദൈവമാക്കിയോണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, അല്ലാതെ നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടെന്നോ യേശുക്രിസ്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനും ദൈവം ഒന്നാകുന്നു എന്നാണല്ലോ, അതിനകത്ത് തർക്കമില്ലല്ലോ. യേശുക്രിസ്തു പറഞ്ഞത് ഞാനും ദൈവം ഒന്നാകുന്നു. പക്ഷെ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് എന്താണെന്ന് ഹലോ, യേശുക്രിസ്തു ഉദ്ദേശിച്ചത് എന്താണെന്ന് യേശുക്രിസ്തു എന്താ പറയുക? ഞാനും ദൈവം ഒന്നാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് യേശുക്രിസ്തു എവിടെ പറഞ്ഞേ? യേശുക്രിസ്തു അവിടെ ഒരു സങ്കീർത്തനമാണ് ഉദ്ധരിക്കുന്നത്, അതറിയാം. പക്ഷെ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് ഞാനും ദൈവം ഒന്നാകുന്നത് മിഷനിലാണ്. അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹലോ, അവിടെ ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യഹൂദന്മാര് നേരെ കല്ലെടുത്തിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ ദൈവമാക്കിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് യേശു ദൈവമാണ് എന്ന് തന്നെയാണ്. ഇനി താഴേക്ക് താങ്കൾ പറയുന്ന കാര്യം 34-ാം വാക്യം, യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ഇത് സങ്കീർത്തനത്തിലെ വാക്യമാണ്. ഓക്കെ, നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്നും നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു എന്നും പറയുന്ന സങ്കീർത്തനത്തിലെ വാക്യം, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സങ്കീർത്തനത്തിലെ വാക്യമാണ്. അവിടെ ദൂതന്മാരോട് പറയുന്ന കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ ദേവന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ, മലക്കുകൾ നിങ്ങൾ പറയത്തില്ലേ, ആ മലക്കുകളോട് ദൈവം പറയുന്ന കാര്യമായിട്ട് പറയുന്ന സങ്കീർത്തനമാണത്. നിങ്ങൾ ദേവന്മാരെന്നും അത്യുന്നതന്റെ പുത്രന്മാരെന്നൊക്കെ പറയുന്ന സങ്കീർത്തനം, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന സങ്കീർത്തനം. ഹലോ, പറയട്ടെ
എന്താണ് തെറ്റെന്നാണ് യേശു യേശുക്രിസ്തു ക്രിസ്തു ചോദിക്കുന്നത്? യേശുക്രിസ്തു പറഞ്ഞത് ദൈവദൂതന്മാര് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ള ദൈവദൂതന്മാരെ പോലും ബൈബിളിൽ എലോഹിമുകൾ അഥവാ ദേവന്മാർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ എലോഹിമുകൾ അഥവാ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുമോ എന്നാ ചോദിക്കുന്നത്. യേശുക്രിസ്തു ഒരിക്കലും ഞാൻ ദൈവമല്ല എന്നവിടെ പറയുന്നില്ല. യേശുക്രിസ്തു എപ്പോഴും ഉപയോഗിക്കുന്ന 3 ടൈറ്റിലാണ്. ഒന്ന്, ഞാൻ മനുഷ്യപുത്രനാണ്. 3 യേശുക്രിസ്തു ഒത്തിരി ടൈറ്റിൽ ഉപയോഗിക്കും. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദാവീദ് പുത്രനാണ്, ഞാൻ ദൈവമാണ്. ഇത് 4 ഒരേപോലെ യേശുക്രിസ്തുവിന് ശരിയാണ്. യേശുക്രിസ്തു ദാവീദ് പുത്രനാണെന്ന് ബൈബിളിൽ വാക്യമുണ്ടെന്ന് യേശുക്രിസ്തു ദാവീദ് പുത്രനാണ്, ദൈവപുത്രനോ അല്ല മനുഷ്യപുത്രനോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഡ്ഢിത്തരാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ബൈബിൾ വാക്യമുള്ളത് കണ്ടിട്ട് യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമാണ്, ദാവീദ് പുത്രനല്ല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തരാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ്, അവൻ ദാവീദ് പുത്രനാണ്, അവൻ മനുഷ്യപുത്രനാണ്, അവൻ മറിയമിന്റെ പുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പുത്രനാ? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഫാദറാണോ? അഡോപ്റ്റഡ് ഫാദറാണോ? അല്ല, ഒരു അഡോപ്റ്റഡും അല്ല. അഡോപ്റ്റഡ് സണ്ണാണോ? താങ്കള് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യര് ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. ലൂക്കോസിന്റെ സുവിശേഷം ജനസംഖ്യാവിലെടുത്ത് പുറകോട്ട് പോകുമ്പോ പറയട്ടെ സഹോദര, ആദം ദൈവത്തിന്റെ മകൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആദത്തിന്റെ സന്തതികളും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മക്കളാണ്. ഓക്കെ, നിങ്ങളത് വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമകളേ ഉള്ളൂ, മക്കളില്ല. അത് അള്ളാഹുവിൻ്റെ കുഴപ്പം, ഞങ്ങളുടെ കുഴപ്പമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളും ദൈവം എന്ന് പറയുന്നത് മനുഷ്യരുടെ പിതാവുമാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണവും അതാണ്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് ഭൂമിയിൽ ഇറങ്ങി വരുന്നത്. ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ദൈവപുത്രനായിട്ടാണ് ഭൂമിയിൽ ഇറങ്ങി വരുന്നത്. എന്നാൽ അവൻ മനുഷ്യനായതുകൊണ്ട് അവൻ മനുഷ്യപുത്രനാണ്. അവൻ ദാവീദിന്റെ ഗോത്രത്തിൽ വന്ന് പറക്കുന്നുണ്ട്, ദാവീദിന്റെ സന്തതി പരമ്പരയിൽ വന്ന് പറക്കുന്നുണ്ട്, അവൻ ദാവീദ് പുത്രനാണ്. അവൻ യഹൂദ ഗോത്രത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവൻ യഹൂദയുടെ സിംഹം എന്നറിയപ്പെടുന്നു. അവൻ ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവമാണ് നമ്മോടുകൂടെ എന്ന് പറയുന്നു അവനുള്ള. അപ്പം ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നു. അവനൊരു ശിശുവായിട്ടാണ് ജനിച്ചു വീണത്. പക്ഷെ ആ ശിശു യഥാർത്ഥത്തിൽ ആരാ? അവൻ വീരനായ ദൈവമാണെന്ന് പ്രവാചകൻ സാക്ഷ്യം പറയുന്നു. അല്ല, ദൈവത്തിന് നാട്ടുകാരുടെ ഇഷ്ടം നോക്കിയാണോ ദൈവം ചെയ്യുന്നതാണോ താങ്കൾ പറയുന്നത്? അത് ഏത് ദൈവമാണോ നാട്ടുകാരുടെ ഇഷ്ടം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത്? പിന്നെ ആരുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞത്? ആരുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോഴല്ലേ മനുഷ്യന്റെ ഇഷ്ടം ഉണ്ടാകുന്നത്. ആ മനുഷ്യൻ എന്ന നിലയിലുള്ള ഇഷ്ടം ഉണ്ടാകുന്നത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവനോ ആകുന്നതിന് മുന്നേ, മനുഷ്യൻ എന്നുള്ള നിലയിൽ ഭൂമിയിൽ ആവുന്നതിന് മുന്നേ അല്ലേ? ഹലോ, മനുഷ്യനാകുന്നതിന് മുന്നേ, ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുന്നതിന് മുന്നേ മനുഷ്യനില്ലല്ലോ സ്വർഗത്തില്, ദൈവമല്ലേ ഉള്ളൂ. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായപ്പോൾ പിന്നെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഭൂമിയിൽ ഒന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സഹോദര. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം അന്ന് മനുഷ്യനില്ലല്ലോ, അതുകൊണ്ടാണല്ലോ മനുഷ്യനായിട്ട് വന്നത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. അള്ളാഹുവിന്റെ റൂഹിന് മനുഷ്യനായി വരാനുള്ള ശേഷിയുണ്ടോ? അല്ല, അത് ക്ലിയർ ചെയ്തിട്ട് പോവാ. അല്ല, ഈ പറഞ്ഞ നിങ്ങളുടെ കോൺസെപ്റ്റും കൂടെ പറഞ്ഞു അതായത് താങ്കൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാത്തിനും കൃത്യമായ റെഫറൻസ് സഹിതം വിശദീകരണം തന്നു. താങ്കളാണ് ഇപ്പം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ ഇതും കൂടെ ഒന്ന് ക്ലാരിഫൈ. അള്ളാഹുവിന്റെ റൂഹിന് മനുഷ്യനായി വരാനുള്ള ശേഷിയുണ്ടോ? ഞാൻ കാണിച്ചു തരാം, വായിച്ചിട്ട് പറഞ്ഞാൽ മതി. താങ്കളുടെ ഖുർആൻ എടുക്കൂ. ഖുർആനകത്ത് സൂറ 19 ബ്രാക്കറ്റിൽ കിടക്കണ വായിക്കരുത്. ബ്രാക്കറ്റിൽ മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയല്ല, നിങ്ങളുടെ അള്ളാഹു നേരിട്ട് തന്ന സാധനം വായിക്കുക. അതിന്റെ 19 വാക്യം, സൂറ 19 16 മുതൽ വായിച്ചു. വേദഗ്രന്ഥത്തിൽ മറിയമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. അവൾ തൻ്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം. ഓക്കെ, എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, ആരുടെ ആത്മാവിനെ? അള്ളാഹുവിൻ്റെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആത്മാവിന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാകാനുള്ള ശേഷിയുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. 19:17, സൂറ 19:17.
അപ്പോൾ നമ്മുടെ ആത്മാവിനെ ബ്രാക്കറ്റിൽ പല മൊല്ലാക്കന്മാരും ജിബ്രിയിലും തങ്കപ്പൻ നായരെന്നൊക്കെ എഴുതി വെക്കും. ബ്രാക്കറ്റ് അല്ല, അള്ളാഹു കൊടുത്ത വാക്യപ്രകാരം അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുക്കലേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ റൂഹിന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുണ്ടോ? ഒരു മിനിറ്റ്. അവിടെ റൂഹ് കൊണ്ട് അർത്ഥമാകുന്നത് ഉം. ഏഞ്ചൽ അല്ലേ? ഏഞ്ചൽ. താങ്കൾ വലിയ അർത്ഥമൊന്നും വെക്കണ്ട. അള്ളാഹുവിന്റെ റൂഹ് മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ് അവിടെ പറയുന്നത്. താങ്കൾ അത് ഏഞ്ചലാണെന്ന് താങ്കൾ ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ റൂഹ് എന്ന് വെച്ചാൽ എന്താ? റൂഹിന്റെ അർത്ഥം എന്താ? ആത്മാവ്. ഏഞ്ചൽ എന്നല്ല. ഏഞ്ചലിന്റെ അറബി മലക്കെന്നാണ്, റൂഹ് എന്നല്ല. ഓക്കെ. അള്ളാഹു തന്റെ ആത്മാവിനെ പ്രവാചകൻ അയച്ചെന്തിനാ? ഖുർആൻ എനിക്ക് തന്നാ പോരാ? പ്രവാചകൻ അയക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹലോ, ഇവിടെ അള്ളാഹു പറഞ്ഞ എന്താ? നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുക്കലേക്ക് നിയോഗിച്ചു. അത് മലക്കാണോ ഇതാണെന്നല്ല, അത് അള്ളാഹുവിന്റെ ആത്മാവായിരുന്നു. ഓക്കെ. ആ അള്ളാഹുവിന്റെ ആത്മാവിന് മനുഷ്യനായിട്ട് വരാനുള്ള ശേഷി ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹുവിന്റെ വാക്കുകൾ ആയതുകൊണ്ടാണ് പ്രശ്നം അല്ലേ? അള്ളാഹുവിന്റെ വാക്കുകളാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതേപോലെ ഇതിൽ അല്ല താങ്കള്, ഞാൻ യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ യേശുക്രിസ്തുവിന്റെ കാര്യം വിശദീകരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഖുറാൻ എടുത്തല്ലോ വിശദീകരിച്ചേ. അപ്പൊ ഈ ഖുറാൻ വിശദീകരിക്കുമ്പോ താങ്കൾ അതിനകത്തേക്ക് പോകില്ല. ഇത് ഇന്ന് വിശദീകരിച്ചിട്ട് അങ്ങോട്ട് പൊക്കോ. അത് ഞാൻ പറഞ്ഞല്ലോ. എന്ത് അള്ളാഹു പിന്നെ പ്രവാചകൻ അല്ല, ഹലോ, പ്രവാചകൻ അയച്ച കാര്യമല്ല. അതെ, പ്രവാചകൻ അയച്ച കാര്യമല്ല. അള്ളാഹു തന്റെ ആത്മാവിനെയാണ് മറിയമിന്റെ അടുക്കലേക്ക് അയച്ചത്. ഓക്കെ. അതാരാ പറഞ്ഞത്? അള്ളാഹു ആണ് പറഞ്ഞത്. അതിനൊക്കെ വലുതല്ല പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ആത്മാവല്ല വന്നതെന്നാണോ? അതെങ്ങനെയാണ് മനസ്സിലായതെന്നാ ഞാൻ ചോദിച്ചത്. അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താ? നമ്മുടെ ആത്മാവ്. ഞാൻ ചോദിച്ചത് ജീസസ് പറയുന്നത് എന്റെ പിതാവ് അതോ മാത്രമാകുന്നു ദൈവം. ബൈബിള് വിശദീകരിച്ചപ്പോ ഞാൻ ഖുറാൻ എടുത്തല്ല വിശദീകരിച്ചത്. അപ്പോ താങ്കൾ ഖുറാൻ വിശദീകരിക്കുമ്പോൾ അതിനകത്തേക്ക് പോലെ ഇവിടെ നിന്ന് പറ പ്ലീസ്. ഇവിടെ നിന്ന് പറ. നിങ്ങളുടെ ഖുറാനകത്തുള്ള കാര്യം ജീസസും ദൈവവും അല്ലല്ലോ. ഇത് പറ. അല്ലല്ല, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി സഹോദര. ഇത് താങ്കളൊന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ താങ്കൾക്ക് ബൈബിളിലെ വാക്യമല്ലേ എല്ലാം എടുത്തു തന്നത്. അതുപോലെ ഈ ഖുറാൻ വെച്ചിട്ട് ഇതൊന്ന് പറ. അള്ളാഹു മറിയമിന്റെ അടുക്കൽ തന്റെ ആത്മാവിനെയാണോ അയച്ചത്? അല്ലേ? ആദ്യം അതിനൊന്ന് ഉത്തരം പറ. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അത് അള്ളാഹുവിന്റെ ആത്മാവിനെ നിയോഗിച്ചു എന്നാണോ, അതോ വേറെ ആരുടെയെങ്കിലും ആത്മാവിനെ നിയോഗിച്ചു എന്നാണോ? ഒന്ന് തുറന്നു പറ. ഖുർആൻ വായിച്ച് അതേപോലെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾ വേണ്ടേ? എടോ സഹോദര, അള്ളാഹു അവിടെ പറഞ്ഞേക്കണ എന്താണെന്ന് മാത്രം പറ. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, നമ്മളെന്തിനാന്ന് പറഞ്ഞ അള്ളാഹു അവിടെ പറഞ്ഞേക്കണ എന്താ? അള്ളാഹു ആരെ അയച്ചു എന്നാ പറഞ്ഞത്? എന്നാ അള്ളാഹു അവിടെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വായത്തിനകത്ത് കലമിനകത്ത് നിങ്ങൾ ചട്ടിങ്ങലും തിരികെ കേട്ടല്ലേ? അള്ളാഹു പറഞ്ഞേക്കണ എന്താന്ന് പറ. അള്ളാഹുവിന്റെ കലാമ് അള്ളാഹു പറഞ്ഞേക്കണ എന്താന്ന് പറ. നിങ്ങൾ എന്തെങ്കിലും ജിബ്രീലോ തങ്കപ്പനോ ആശാരിയോ എന്തെങ്കിലും നിങ്ങൾ ഇട്ടോ? അതല്ല ചോദിച്ചേ. അവിടെ അള്ളാഹു പറഞ്ഞ എന്താന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലേ സഹോദര? നിങ്ങൾ എന്തിനാ ഖുറാൻ തിരുത്താൻ പോകുന്നേ? ആ, അപ്പൊ അള്ളാഹു ആരെയാണ് അയച്ചത്? യേശുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ മിറിയമിന്റെ അടുക്കല് അള്ളാഹു അയച്ചത് ആരെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല പറ, എന്ത് ശരി? അത് തുറന്ന് പറ. അതല്ലേ എന്റെ ശരി. ഞാനൊരു ചോദ്യമല്ലേ ചോദിച്ചോളൂ. അത് ബൈബിളിൽ നിന്നല്ലല്ലോ, ഖുറാനിൽ നിന്നല്ലേ, നിങ്ങളുടെ പുസ്തകമല്ലേ? വായിച്ചിട്ട് പറ, അള്ളാഹു ആരെയാണ് അയച്ചത്? അല്ലല്ല, അങ്ങനെ ഓടല്ലേ സഹോദരൻ. അത് റെഫർ ചെയ്യാനൊന്നുമില്ല, വായിച്ചാൽ പറയാമല്ലോ. പിന്നെന്താ പ്രശ്നം? അള്ളാഹു അവന്റെ റൂഹിനെ അയച്ചു എന്ന് എഴുതിയ പിന്നെ നിങ്ങൾക്ക് എന്താ റെഫർ ചെയ്യാൻ? വായിച്ചതുപോലെ മനസ്സിലാക്കാനാണെങ്കിൽ അല്ല പിന്നെ അള്ളാഹു ആത്മാവിനെ അയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിന് വിലയില്ലെന്നാണോ താങ്കൾ പറഞ്ഞു? വേറെ ആരെങ്കിലും വന്ന് പറയണോ ഇത് അള്ളാഹു ആത്മാവിനെ അല്ല അയച്ചത്? താങ്കൾ എന്ത്? അള്ളാഹു ആത്മാവിനെയാണോ അയച്ചത്? അല്ലേ?
യേശു പറഞ്ഞതിനപ്പോ വിലയില്ലേ? യേശു അല്ലല്ലോ ഇത് യേശു പറഞ്ഞത്. പറഞ്ഞതിന് അല്ലോ, വിലയില്ലേ? ഇത് യേശു നേരത്തെ പറഞ്ഞ കാര്യമൊന്നുമില്ല. പറഞ്ഞതിനെല്ലാം യേശുമാരൊന്നും പറയാറില്ല. അപ്പൊ അതിന് വിലയില്ലേ? സഹോദര, ഈ ഉടായ്പ ശരിയല്ല. ഞാൻ താങ്കളെ ചോദിച്ച ചോദ്യത്തിന് ബൈബിളിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരം തന്നിട്ടാണ് ഞാൻ ഒരു മറുചോദ്യം ചോദിച്ചത്. അതിന് ഉത്തരം കിട്ടാനുള്ള ബാധ്യതയും അവകാശവും എനിക്കുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. താങ്കളുടെ ഞാനത് refer ചെയ്യാൻ ഇവിടെ നിന്ന് റെഫർ ചെയ്തോളൂ, ഇവിടെ നിന്ന് റെഫർ ചെയ്തോളൂ. നമുക്ക് മനസ്സിലാകുന്ന വേണ്ട. പോലെയാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ നമുക്ക് വായിക്കുന്ന പോലെയാണ് താങ്കൾ ഖുറാൻ വായിച്ചിട്ട് അള്ളാഹു ആരെ അയച്ചു? മനസ്സിലാക്കേണ്ടി വരും. നോ, താങ്കൾ ഖുറാൻ വായിച്ചിട്ട് അള്ളാഹു ആരെ അയച്ചു എന്നാണ് പറഞ്ഞത്. ഖുറാൻ വായിച്ചിട്ട് Spirit. അള്ളാഹു തന്റെ റൂഹിനെ അയച്ചു. ഓക്കെ, അള്ളാഹുവിന്റെ റൂഹ് ദൃശ്യമാണോ അദൃശ്യമാണോ? അതായത് കാണാൻ കഴിയും, നമ്മുടെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന സംഭവമാണോ അള്ളാഹുവിന്റെ റൂഹ്? അതിപ്പോ ദൈവത്തിനെ ദൃശ്യമാക്കാൻ വിചാരിച്ചാൽ ദൃശ്യമാക്കിക്കൂടി. ഞാൻ ചോദിച്ച അള്ളാഹുവിന്റെ റൂഹിന്റെ ഒറിജിനൽ എൻറ്റിറ്റി ദൃശ്യമാണോ അദൃശ്യമാണോ എന്നാണ്. ദൈവത്തിന് എന്തിനും ദൃശ്യമാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാം, അദൃശ്യമാണ്. അപ്പോ അള്ളാഹുവിന്റെ റൂഹ് ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ ദൃശ്യമാണോ അദൃശ്യമാണോ? പക്ഷേ അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ സ്വർഗത്ത് പോകുമ്പോ. ഞാൻ അള്ളാഹിന്റെ കാര്യമല്ലല്ലോ. അദൃശ്യമാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഹലോ സഹോദര, ദൃശ്യമാക്കാൻ ഉദ്ദേശിച്ചാൽ ദൃശ്യമാക്കും. എന്റെ സഹോദര, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ താങ്കൾക്ക്. അത് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണോ സ്പിരിറ്റ്? അതിന്റെ ഒറിജിനൽ എൻറ്റിറ്റിയിൽ മാറ്റമൊന്നും ആരും വരുത്തിയില്ലെങ്കിൽ ശരിയാണോ? കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാൽ ആ റൂഹ് ഒരു പുരുഷന്റെ രൂപത്തിൽ മറിയത്തിന്റെ മുന്നിൽ വന്നപ്പോൾ മറിയം കണ്ടത് റൂഹിനെയാണോ മനുഷ്യനെയാണോ? ഉത്തരം കിട്ടിയില്ല. ഈ അള്ളാഹു വേറൊരു കാര്യമുണ്ട്. അള്ളാഹു ജിബ്രീലിനെ റൂഹെന്ന് വിളിച്ചിട്ടുണ്ട്, അതറിയാമോ? അള്ളാഹു ജിബ്രീലിനെ എന്തും വിളിച്ചോട്ടെ, എനിക്ക് ഒരു പരാതിയില്ല. അള്ളാഹു ജിബ്രീലിനെ റൂഹെന്നോ തങ്കപ്പനെന്നോ മലക്കെന്നോ ഐ ഡോണ്ട് കെയർ. ഞാൻ റൂഹല്ല. അപ്പൊ ജിബ്രീലിനെ വിളിച്ച ആ സഹോദര, അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ച റൂഹെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? എന്ത് ജിബ്രീലല്ല ആരാണെങ്കിലും ഇവിടെ വന്ന ആള് അള്ളാഹുവിന്റെ റൂഹാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. അത് ആരും ആയിക്കൊള്ളട്ടെന്ന്. ഈ വന്ന ആൾ അള്ളാഹുവിന്റെ റൂഹാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അള്ളാഹു ജിബ്രീലിനെ റൂഹ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞ ഹലോ, നാം എന്റെ റൂഹിനെ അയച്ചു, നാം എന്റെ ജിബ്രീലിനെ അയച്ചു, അങ്ങനെ അർത്ഥമായിക്കോട്ടെ. താങ്കള് അള്ളാഹുവിന്റെ വായിൽ താങ്കളെ പഴകം തിരിക്കയില്ല. അള്ളാഹുവിന് ജിബ്രീൽ എന്ന് പറയാൻ നാക്കുളുക്കിട്ടൊന്നും അല്ലല്ലോ അവിടെ റൂഹ് എന്ന് പറഞ്ഞു. അള്ളാഹു റൂഹ് എന്നല്ലേ പറഞ്ഞു. സോ അതാരുമായിക്കൊള്ളട്ടെ, അതാരുമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അതാരുമായിക്കൊള്ളട്ടെ, എന്റെ ചോദ്യം അതൊന്നുമല്ല. അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്പിരിറ്റ്, അത് ജിബ്രീൽ അല്ല, ഇനി മുഹമ്മദ് ആയിക്കൊള്ളട്ടെ. അള്ളാഹുവിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന റൂഹ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു എൻറ്റിറ്റി ദൃശ്യമാണോ അദൃശ്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അദൃശ്യമാണെന്ന് താങ്കൾ പറഞ്ഞല്ലേ, പിന്നെ എല്ലാ സ്പിരിറ്റിനും താങ്കൾക്ക് കാണാൻ പറ്റുന്ന അള്ളാഹുവിന്റെ സ്പിരിറ്റ് ആണ് ഈ ജിബ്രീൽ. അള്ളാഹുവിന് റൂഹ് ഇല്ലെങ്കിൽ അള്ളാഹു തള്ളിയതാണോ സഹോദര? അള്ളാഹു തന്റെ റൂഹിനെ അയച്ചു എന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് റൂഹ് ഇല്ലെന്ന് താങ്കൾ പറയുന്നു. ആ, അപ്പൊ അള്ളാഹുവിന്റെ റൂഹ് ഇല്ലാത്ത റൂഹിനെ പിന്നെ അള്ളാഹു എവിടെ നിന്ന് എടുത്തിട്ടാ വീട്ടെ? അള്ളാഹുവിന്റെ റൂഹ് ഇല്ലാത്തതുകൊണ്ട് വാടക എടുത്താണോ ജിബ്രീലിനെ അള്ളാഹുവിന്റെ റൂഹായിട്ട്? എന്തോന്നൊക്കെയാ പറയുന്നേ? അല്ല, റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, സത്യാത്മാ. അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചിട്ടില്ല ജിബ്രീലിനെ. എന്റെ മോന് സാർ, റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ എന്റെ തഫ്സീർ വായിക്കട്ടെ, എനിക്കത് അറിയാത്ത സംഭവ. എന്റെ പൊന്ന് സഹോദര, ഇതിപ്പോ ജിബ്രീൽ ആണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വന്ന ജിബ്രീൽ അള്ളാഹുവിന്റെ റൂഹാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കള്ളനാണെന്നാണ് നിങ്ങളെ പറയുന്നത്. അള്ളാഹു പറഞ്ഞു ഞാൻ എന്റെ റൂഹിനെ അയച്ചു. റൂഹിനൊന്നും അല്ല, ജിബ്രീലിനെ അയച്ച. അള്ളാഹുവിന് റൂഹില്ലാത്തോണ്ട് ജിബ്രീലിന്റെ ബംഗാൾ റൂഹല്ലോ വാടക കൊണ്ടുവരാൻ. പിന്നെ ഇത് പിന്നെ ആരയച്ചെന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ആത്മാവിനെ അയച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആത്മാവില്ലാണ്ട് വാടക എടുത്ത് അയച്ചാണോ? പിന്നെ അപ്പൊ ജിബ്രീലിനെ റൂഹ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പറഞ്ഞൂടെ നാം എന്റെ റൂഹിനെ അയച്ചു എന്ന്? അള്ളാഹുവിന്റെ റൂഹിനെ അയച്ചു, അതിനകത്ത് അതേ ഉള്ളു ഇവിടെ പറയുന്നത്. ജിബ്രീലിനെ റൂഹെന്നോ തങ്കപ്പനെന്നോ വിളിച്ചിട്ട് വി ഡോണ്ട് കെയർ. റൂഹിന് അള്ളാഹുവിന്റെ റൂഹായിക്കൊള്ളട്ടെ, ആരുടെ റൂഹായിക്കൊള്ളട്ടെ. അല്ല, അവിടെ വന്ന ജിബ്രീലിന്റെ റൂഹാണോ അള്ളാഹുവിന്റെ റൂഹാണോ?
ജിബിലിയിലെ റൂഹ്. ജിബിലിയിലാണ് വന്നത്. ജിബിലിയിലാണ് റൂഹ് എന്ന് ഞാൻ വിളിക്കുന്നത്. ചോദിച്ചാൽ അവിടെ റൂഹ് വന്നു. ആ റൂഹ് അള്ളാന്റെ റൂഹാണോ ജിബ്രീലിന്റെ റൂഹാണോ? ജിബിലിയിലാണ് അള്ളാഹു റൂഹ് എന്ന് വിളിച്ചത്. അപ്പൊ ജിബ്രീലാണോ നിങ്ങളുടെ അള്ളാഹു? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഹലോ ഹലോ, എന്റെ റൂഹിനെ വിടാൻ ആ റൂഹ് ഈ മിറിയത്തിന്റെ മുന്നിൽ വന്ന റൂഹ് അള്ളാന്റെ റൂഹാണോ ജിബ്രീലിന്റെ റൂഹാണോ? ജിബിലിയിലാണ് റൂഹ്. ജിബിലിയിൽ അള്ളാഹുവിന്റെ ആണ്. അപ്പോ അള്ളാഹു സ്വന്തമായിട്ട് റൂഹില്ലാത്തതുകൊണ്ട് അള്ളാഹു ജിബ്രീലിന് ഒരു സ്റ്റെപ്പിനായിട്ട് കൊണ്ടു നടക്കണം എന്നാണ് താങ്കൾ പറയുന്നത്. അള്ളാഹുവിന് റൂഹിന്റെ ആവശ്യമില്ല. ഇല്ല, അള്ളാഹുവിന് റൂഹിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ജിബ്രീലിനെ റൂഹാക്കി കൊണ്ടു നടക്കണേ? അള്ളാഹു ജിബിലിനെ വിളിച്ച നാമം റൂഹെന്ന്. എന്റെ പൊന്നു സാറ്, അള്ളാഹു ജിബ്രീലിനെ റൂഹെന്ന് അതെ, അള്ളാഹു ജിബ്രീലിനെ റൂഹെന്ന് വിളിക്കുവല്ലേ ഇവിടെ ചെയ്തത്? ജിബ്രീലെ മോനെ റൂഹേ എന്നല്ല വിളിച്ചേ. ഞാൻ എന്റെ റൂഹിനെ വിട്ടു എന്നാ പറയുന്നേ. അപ്പൊ ജിബ്രീലാണ് അള്ളാഹുവിന്റെ റൂഹെങ്കിൽ അള്ളാഹു ഞാനിപ്പം എനിക്കറിയാന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ സിമ്പിൾ അല്ലല്ല ബ്രദറെ, അതെ താങ്കളുടെ കോൺടാക്ട് യേശു ഇത് അല്ല, ഇത് ഞാനത് പറഞ്ഞ് തീർത്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് ഇത് തീർത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു തർക്കവും ഇല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ അല്ലല്ല ചോദ്യത്തിലേക്ക് പോകാം. ഇതിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാൻ ഇതിന്റെ കാര്യം തീർന്നില്ലല്ലോ. ഹലോ, ഇത് തീർന്നില്ല. ഞാൻ പറയാൻ താങ്കൾ സമ്മതിച്ചിട്ടില്ല എന്നെ. മറുചോദ്യമൊന്നുമല്ല, ഞാനൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ റൂഹിനെ കാണാൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് റൂഹിനെ കാണാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. ആ ചോദ്യമാണ് ഇത്രയും നേരം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ അതിന് ഉത്തരം പറയാതെ ഓടുക. അതിന്റെ ഉത്തരം അറിഞ്ഞിട്ടുണ്ട് എനിക്കൊരു കാര്യം താങ്കൾക്ക് വ്യക്തമാക്കി തരാൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ കാണിക്കും. അതല്ല ചോദിച്ചത്. അതെ, അള്ളാഹുവിന്റെ റൂഹിനെ അയച്ചു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ആണെങ്കിൽ അള്ളാഹുവിന് സ്വന്തമായിട്ട് റൂഹില്ലാത്തോണ്ടാണോ ജിബ്രീലിനെ റൂഹാക്കി അയച്ചത്? അതോ അള്ളാഹു ജിബ്രീലിനെ റൂഹാക്കി മാറ്റി അയച്ചാണോ? എങ്ങനെയാ സംഭവം? ജിബ്രീൽ മലക്കാണോ റൂഹാണോ? ജിബ്രീൽ മലക്കാണോ റൂഹാണോ ജിന്നാണോ? ജിബ്രീല് മലക്കാണ്. ഓക്കെ, അപ്പൊ ജിന്നും അല്ല റൂഹും അല്ല. അള്ളാഹു ജിബ്രീലിനെ റൂഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ തെറ്റുപറ്റിയാണ്. അല്ല, മലക്കിനെ കയറി അല്ല, അപ്പൊ അള്ളാഹുവിന് ഇതൊന്നും അറിയില്ല. താങ്കളുടെ അറിവ് പോലും അത് ഹലോ, അതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് പോകും. താങ്കളുടെ അറിവ് പോലും അള്ളാഹുവിനില്ലേ? ഈ ജിബ്രീൽ മലക്കാണെന്നുള്ള വെളിവ് സഹോദര സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞത് അത്ര സിമ്പിൾ അല്ല. ഹലോ, ഈ ജിബ്രീൽ മലക്കാണെന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയാത്തതാണോ അതോ താങ്കൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാത്താണോ? അല്ല, ഈ ജിബ്രീൽ മലക്കാണെന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയാമോ? എങ്ങനെ അറിയാമെന്നോ ഇല്ലെന്നോ? കാര്യം താങ്കൾ പറഞ്ഞു. അപ്പൊ പിന്നെ അള്ളാഹു ജിബ്രീലിനെ കയറി തെറ്റി റൂഹെന്ന് വിളിക്കണം എന്തുകൊണ്ടാ? അല്ല, ജിബ്രീൽ റൂഹാണോ? ജിബ്രീൽ റൂഹാണോ മലക്കാണോ? എന്റെ പുറത്ത് ഇത് പേരാണോ? ഹലോ, ദിസ് ഇസ് നോട്ട് നെയിം. മലക്കെന്നുള്ളത് പേരല്ല, ദാറ്റ്സ് എ എൻറ്റിറ്റി. ഇപ്പൊ താങ്കളെ കയറി കൊരങ്ങാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് വെളിവുകേടാന്നല്ലേ പറയാൻ പറ്റുള്ളൂ? താങ്കളുടെ എൻറ്റിറ്റിനെ മാറ്റാൻ അള്ളാഹുവിന് പറ്റത്തില്ലല്ലോ. മാറ്റിക്കഴിഞ്ഞിട്ടാണോ വിളിക്കുക? താങ്കളെ കൊരങ്ങനായിട്ട് മാറ്റിയിട്ടും വിളിക്കുക, പോടാ കൊരങ്ങാന്ന് പറയാം. അല്ല, ഒരു മനുഷ്യനെ കയറി കൊരങ്ങാന്ന് തെറ്റിച്ച് വിളിച്ചാൽ അള്ളാഹുവിന് അബദ്ധം പറ്റിയെന്നല്ലേ വരിക? മലക്കിനെ കയറി റൂഹേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് അബദ്ധം പറ്റിയെന്നല്ലേ വരിക? താങ്കൾ പറഞ്ഞ അള്ളാഹുവിന് അബദ്ധം പറ്റിയെന്നാണോ? ഇനി പോട്ടെ, അള്ളാഹുവിന്റെ റൂഹായ ഈ ജിബ്രീൽ എന്ന് തന്നെ ഇരിക്കട്ടെ. ജിബ്രീൽ എന്ന് പേരുള്ള അള്ളാഹുവിന്റെ റൂഹ്, ഈ ജിബ്രീൽ എന്നുള്ള പേരുള്ള അള്ളാഹുവിന്റെ റൂഹ് എന്റെ രൂപം എന്താണ്? അറിയില്ല. ഓക്കെ, നമുക്കറിയാത്ത രൂപം നഗ്ന നേത്രങ്ങളോട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഉദ്ദേശിക്കുന്നവർക്ക് കാണാമെന്ന് താങ്കൾ പറഞ്ഞാൽ രൂപം കണ്ടിട്ടുണ്ടാവല്ലോ ആളുകൾ. അറിയത്തില്ല എന്ന് പറഞ്ഞ എന്നാ പിന്നെ താങ്കൾക്ക് അറിയില്ല. ഞാൻ ആ കോണ്ടാക്ട് അങ്ങ് പറഞ്ഞ് വിശദീകരിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, താങ്കളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഓക്കെ, ഇവിടെ അള്ളാഹുവിന്റെ റൂഹ് ഇത് കേട്ടിട്ട് പൊക്കോളൂ.
അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ കാണാൻ കഴിയില്ല, അതിനെ തൊടാൻ കഴിയില്ല, നഗ്നനേത്രങ്ങളുടെ കൈ കൊണ്ടോ കാണാനോ തൊടാനോ കഴിയാത്തൊരു എൻറ്റിറ്റിയാണ് റൂഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ റൂഹ് അത് ജിബ്രീൽ ആയിക്കൊള്ളട്ടെ, മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, റൂഹാണോ അതിനെ കാണാൻ പറ്റത്തില്ല, വാട്ടവർ. ഓക്കെ, അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ റൂഹ് ഒരു മനുഷ്യനായിട്ട് തികഞ്ഞ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ മുന്നിൽ വന്നു. അപ്പൊ അള്ളാഹു നുണ പറഞ്ഞു സഹോദര. അള്ളാഹു തന്റെ റൂഹിനെ തികഞ്ഞ മനുഷ്യരൂപത്തിൽ അള്ളാഹു നുണ പറഞ്ഞു. അള്ളാഹുവിന്റെ റൂഹ് അല്ലേ ജിബ്രീൽ? അള്ളാഹു ജിബ്രീലിനെ റൂഹ് എന്ന് എവിടെ വിളിച്ചേക്കുന്നത്? ഒന്ന് എടുത്തു വരും. താങ്കളാണ് ഇപ്പൊ കാണിക്കേണ്ടത്, ഞാനൊന്നുമല്ല. താങ്കൾ പറയും. അള്ളാഹു തന്റെ റൂഹ് ജിബ്രീലാണെന്ന് എവിടാണ് പറയുന്നത്? എന്റെ റൂഹ് ജിബ്രീലാണ്. പിന്നെ അള്ളാഹുവിന് മൊത്തം എത്ര റൂഹുണ്ട്? അങ്ങനെയാണ് മൊത്തം എത്ര റൂഹുണ്ട്? അല്ല, ഒരെണ്ണമാണോ ഒന്നിലധികമാണോ? അല്ല, കട്ടിയല്ലേ? എന്നാൽ ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോളാലോ. താങ്കൾ കട്ടില്ല, കേട്ടിട്ട് പോകും. അതല്ല എൻ്റെ ഒരു ശരി. ഞാനെന്താ പറയാൻ വന്നതെന്നുള്ളത് താങ്കൾ ഇവരെ താങ്കൾ അവിടെ വെച്ച് റൂഹാണ് ജിബ്രീലാണെന്നൊക്കെ പറഞ്ഞു പോവുക. എൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ഇവിടെ അദൃശ്യമായ ഒരു എൻറ്റിറ്റി, അള്ളാഹുവിന്റെ റൂഹ് എന്ന പേരിൽ ഒരു അദൃശ്യമായ ഒരു എൻറ്റിറ്റി. വെയിറ്റ് കേട്ടിട്ട് പൊക്കോളൂ ബ്രദർ. അതെ, ശരിയല്ല. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം, കേട്ടിട്ട് പൊക്കോളൂ. ഒരു അദൃശ്യമായ എൻറ്റിറ്റി, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറയുന്ന ഒരു അദൃശ്യമായ എൻറ്റിറ്റി, ആ എൻറ്റിറ്റി ദൃശ്യമായി തീരുകയല്ല ചെയ്തത്, അത് മറ്റൊരു രൂപത്തിൽ മറിയത്തിന് മുന്നിൽ പ്രത്യക്ഷമായി, ഒരു മനുഷ്യന്റെ രൂപത്തിൽ. അതിനർത്ഥം അള്ളാഹുവിന്റെ റൂഹ് ഇല്ലാതായി, ഇനി മുതൽ മനുഷ്യൻ മാത്രമല്ല, അള്ളാഹുവിന്റെ റൂഹ് ഇല്ലെന്നാണോ അർത്ഥം? അല്ല, അള്ളാഹുവിന്റെ റൂഹ് അവിടെ തന്നെയുണ്ട്. അതൊരു മനുഷ്യ രൂപത്തിൽ മറിയത്തിന് മുന്നിൽ പ്രത്യക്ഷമായെന്നേ ഉള്ളൂ. രണ്ട് വ്യത്യസ്ത ഫിസിക്കൽ ഫോംസ് അവിടെയുണ്ട്. ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് അള്ളാഹുവിന്റെ റൂഹ്. അള്ളാഹുവിന്റെ റൂഹാണ് മനുഷ്യരൂപത്തിൽ അവിടെ പ്രത്യക്ഷമായി നിൽക്കുന്നതെന്ന് മാത്രം. അല്ലാതെ അള്ളാഹുവിന്റെ റൂഹ് ഇല്ലാതായി മനുഷ്യൻ മാത്രമായി മാറിയെന്നല്ല അതിനർത്ഥം. അള്ളാഹുവിന്റെ റൂഹിനെ കാണാൻ പറ്റില്ല, പക്ഷെ അള്ളാഹുവിന്റെ റൂഹിന് മനുഷ്യനെ പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ ആ മനുഷ്യനെ കാണാം, ആ മനുഷ്യനെ തൊടാം, ആ മനുഷ്യന് വേണ്ട 2 അടി അടിക്കാം, ആ മനുഷ്യന് വേദനിക്കും, ആ മനുഷ്യന് വിശക്കും, ആ മനുഷ്യന് ദാഹിക്കും. കാരണം തികഞ്ഞ മനുഷ്യനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ റൂഹിനെ തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റൂഹിന് വിശപ്പും ദാഹവും ഇല്ല. അള്ളാഹുവിന്റെ റൂഹിനെ ആർക്കും അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റൂഹ് അല്ല എന്ന് പറഞ്ഞാൽ അത് തികച്ച വിഡ്ഢിത്തരമാണ്. കാര്യം തികഞ്ഞ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ മനുഷ്യന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ഇതുപോലെ സർവശക്തനായ ദൈവം നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. നമുക്ക് ജനിച്ചിരിക്കുന്ന മനുഷ്യ കുഞ്ഞാ. അപ്പൊ അവനെ കാണാം, അവന് ജനനമുണ്ട്, അവന് ജീവിതമുണ്ട്, അവന് മരണമുണ്ട്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ എന്നുള്ളത്. ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു എൻറ്റിറ്റിനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനായിട്ട് ദൈവം വരുമ്പോൾ ദൈവത്തിന് ജനനവും ജീവിതവും മരണവും ഉണ്ടാവും. അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നതാരാണെന്ന ബൈബിൾ പറയുന്നത്? വീരനായ ദൈവമാണെന്ന. ദൈവത്തിന് അതിനുള്ള കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്, താങ്കളുടെ ഇപ്പം മനസ്സിൽ കൂടെ പോയൊരു ചിന്ത എന്താണെന്നറിയോ? ദൈവം മനുഷ്യനായി ഭൂമി വന്നപ്പോൾ ദൈവം ഇല്ലല്ലോ എന്ന്. അള്ളാഹുവിന്റെ റൂഹ് മനുഷ്യനായി വന്നപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ റൂഹില്ല എന്നാണോ അർത്ഥം? ജിബ്രീൽ മാഞ്ഞു പോയി, ജിബ്രീൽ എന്ന് പറഞ്ഞ സംഭവം പ്രസ്ഥാനം പിന്നെ ഇല്ല എന്നാണോ അതിനർത്ഥം? അല്ല, ദൈവം സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാ. അവൻ സ്വർഗത്തിലോ ഭൂമിയിലോ മാത്രം ഇരിക്കുന്നവനല്ല, അവൻ എൻറ്റയർ. അള്ളാഹു ഒരു കസേരയിൽ ഇരിക്കുന്ന ആളാണ് ഇസ്ലാം പ്രകാരം. 8 കൂട്ടർ ചേർന്ന ആ കസേരയെ ചുമന്നുകൊണ്ട് കിടക്കൊന്നും പറയുന്നുണ്ട് ഖിയാമത്ത് നാളിൽ. പക്ഷേ ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞാൽ, യാഹു എന്ന പ്രത്യേക ദൈവം എന്ന് പറഞ്ഞാൽ, ആ ദൈവം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നവനാണെന്നാണ് പറയുന്നത്. സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒമ്നെ പ്രസന്റ് ആണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായി എന്നതിൻ്റെ അർത്ഥം ദൈവം ഇല്ലാതായി തീർന്നൊരു മനുഷ്യനുണ്ടായെന്നല്ല അതിനർത്ഥം. ദൈവം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അത് ദൈവം ഒരു കുഞ്ഞായിട്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ വചനം ജഡമായി തീർന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം എന്ന് പറഞ്ഞ മനുടെ പാർത്തു. ദൈവം ഒരു അമ്മയുടെ ഉദരത്തിലൂടെ ജഡമായി ഭൂമിയിൽ വെളിപ്പെട്ടാണ് യേശുക്രിസ്തു. അവൻ ജനിച്ചു, ഒരു മനുഷ്യന്റെ പൂർണ്ണ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും അവൻ അവിടെ സ്വർഗത്തിൽ പ്രത്യക്ഷമായി വീണ്ടും ഇരിക്കുന്നു ദൈവപുത്രന്റെ രൂപത്തിൽ. അവൻ വീണ്ടും നമ്മളെ ചേർക്കാനായിട്ട് വീണ്ടും വരും. ഇതാണ് ദൈവം വചനം പറയുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്
മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷനായതല്ലാതെ ദൈവം ഒരു കുപ്പിയിടകത്തായി മനുഷ്യനെന്ന് പറയുന്നൊരു കുപ്പിയിടകത്ത് ദൈവം കയറി ഇരുന്നതല്ല യേശുക്രിസ്തു. ദൈവം എടുത്തൊരു മാനിഫെസ്റ്റേഷനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു ഉള്ള അതേ സമയം തന്നെ ദൈവം തൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയും, നീ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് നെഞ്ചുറപ്പോട് പറയും. എനിക്ക് നീ ദൈവത്തെ കാണിച്ചു തരണം എന്ന് വെച്ചപ്പോൾ എന്നെ കണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, ഇനി ദൈവത്തെ കാണിച്ചു തരണം എന്ന് ചോദിക്കുന്നത് എങ്ങനെ എന്ന് മറുചോദ്യം ചോദിക്കുകയും ചെയ്തവനാണ് യേശുക്രിസ്തു. ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് യേശു ദൈവമാണെന്ന് പറഞ്ഞു തരാൻ യേശുക്രിസ്തുവിന് മനുഷ്യൻ എന്നുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. താങ്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, thank you. ഓക്കെ, താങ്ക് യു ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. Okay, thank you. Welcome. അപ്പോൾ എന്നെ ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും എല്ലാം കേട്ട പല ആളുകളും ഉണ്ട്. നമ്മൾ ക്ലബ് ഹൗസിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും സമയം നീണ്ടുകൊണ്ട് കെവിൻ ബ്രദറെ എന്ത് ചെയ്യണം എന്ന് ഓക്കെ ബ്രദറെ, ഓക്കെ 4-4.5 മണിക്കൂറായി, 5 നമുക്ക് മണിക്കൂറായി. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് സോറി കേട്ടോ ബ്രദറെ, ക്ലബ് ഹൗസ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വാട്സപ്പിൽ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മളതങ്ങ് കണ്ടിന്യൂ ചെയ്താണ്. അതുപോലെ ഒരു ജനറൽ ടോക്ക് ആയതുകൊണ്ട് അങ്ങ് കണ്ടിന്യൂ പോയതാണ്. എന്നാലും ഇത്രയും നേരം എല്ലാം കേട്ട എല്ലാവർക്കും നന്ദി. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വന്നത് ജെമിനി താത്ത പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നത് യേശുക്രിസ്തു ആരാണ് എന്നുള്ളതിലാണ്. പലർക്കും ഉള്ള സംശയമാണ്, യേശു യഥാർത്ഥത്തിൽ ആരാ? അവൻ മനുഷ്യനല്ലേ? യേശുക്രിസ്തു മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമാണോ എന്ന് വെച്ചാൽ നോ, യേശുക്രിസ്തു മനുഷ്യൻ മാത്രമല്ല. യേശുക്രിസ്തു ദൈവപുത്രനല്ലേ? അതെ, യേശുക്രിസ്തു ദൈവപുത്രനാണ്. യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അവൻ ദൈവപുത്രൻ മാത്രമല്ല. യേശുക്രിസ്തു മനുഷ്യപുത്രനല്ലേ? ആണ്. അവൻ മനുഷ്യപുത്രൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. യേശുക്രിസ്തു ദാവീദ് പുത്രനല്ലേ? അതെ. യേശുക്രിസ്തു ദാവീദ് പുത്രൻ മാത്രമാണോ? അല്ല. യേശുക്രിസ്തു മറിയമിൻ്റെ പുത്രനല്ലേ? അതെ. യേശുക്രിസ്തു മറിയമിൻ്റെ പുത്രൻ മാത്രമാണോ? അല്ല. കാര്യം ഇതിൽ ഏത് ഡെഫിനിഷൻ പറഞ്ഞാലും യേശുവിന് യോജിക്കും. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ യോജിക്കും, ദാവീദിന്റെ സന്തതി പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട്. മറിയമിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ യോജിക്കും, കാര്യം മറിയമാണ് യേശുക്രിസ്തുവിനെ പ്രസവിച്ച് വളർത്തിയത്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യോജിക്കും, കാര്യം ഏറ്റവും ഏകജാതനായ പുത്രനായിട്ട് വന്നതാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. കാര്യം മനുഷ്യരിലെ എല്ലാത്തിൻ്റെയും അവകാശിയായിട്ട് വന്ന ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാൽ പിന്നെ ദൈവപുത്രൻ ഏറ്റവും വിളി യോജിക്കുന്ന യേശുക്രിസ്തുവിനാണ്. അപ്പം ഏത് ടൈറ്റിലും യേശുവിന് യോജിക്കും. ഇവിടുത്തെ പ്രശ്നം, എല്ലാവരുടെയും ചിന്ത ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലൊന്നും പറയുമ്പോൾ പ്രപഞ്ചത്തിലൊന്നും ദൈവവും ഇല്ല, ദൈവം എല്ലാം കൂടി ഒരു കുപ്പിയിടകത്തായിട്ട് മനുഷ്യൻ എന്നൊരു കുപ്പിയിടകത്ത്, ഈ മായാവി കുപ്പിക്കകത്ത് കയറുന്ന പോലെ മനുഷ്യൻ എന്നൊരു കുപ്പിയിടകത്ത് ദൈവം കയറിയിരിക്കുന്നതാണെന്നാണ് എല്ലാവരുടെയും വിചാരണ. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഭൂമിയിൽ മാത്രമുള്ളവനോ, സ്വർഗത്തിൽ മാത്രമുള്ളവനോ, ചൊവ്വയിൽ മാത്രമുള്ളവനോ, വ്യാഴത്തിൽ മാത്രമുള്ളവനോ അല്ല ദൈവം. ദൈവം എൻറ്റയർ യൂണിവേഴ്സ്, ഞാൻ ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ ദൈവം നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി നമ്മുടെ മുമ്പിൽ നിന്നാൽ, ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മനുഷ്യൻ പോലും ദൈവത്തോട് കൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്. ഞാനും ദൈവവും എന്നുള്ള ബന്ധം, മനുഷ്യനായ ഞാനും ദൈവവും എന്നുള്ള ബന്ധം എടുത്താൽ ഞാൻ ദൈവത്തോട് കൂടെയാണ്, ഞാൻ ദൈവമല്ല. എന്നാൽ ദൈവം ഒരു മനുഷ്യനായിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായാൽ ആ മനുഷ്യൻ ദൈവത്തോട് കൂടെയാണ്, പക്ഷെ ആ മനുഷ്യൻ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുക. അപ്പം മാനിഫെസ്റ്റേഷനാണ്, അല്ല ദൈവം ചുരുങ്ങി മനുഷ്യനായി മാറിയതല്ല. ദൈവം മനുഷ്യനായിട്ട് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അവൻ ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് ബൈബിളിൽ കൃത്യമായിട്ടും പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് പോകുമ്പോഴാണ് പല ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും നിലനിർത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. താങ്ക് യു ബ്രദർ, താങ്ക് യു. അപ്പോൾ ക്ലബ് ഹൗസുകാർക്കും കയറാൻ സാധിച്ചില്ലെങ്കിലും ചർച്ച കേട്ടുന്നവർക്കും വാട്സപ്പിലൂടെ ചോദ്യം ചോദിച്ച സഹോദരൻ എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.